സോഷ്യൽ മീഡിയക്കകത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് വേടനാണ്. ജാതി ചോദിച്ചല്ല കൂട്ടുകൂടുന്നത്. പക്ഷെ വേടന്റെ പാട്ട് വന്നതിന് ശേഷം ജാതി ചോദിച്ച് തിരിച്ചറിഞ്ഞ് പിന്നെ കുട്ടികളെല്ലാം ഭയങ്കര അല്ലാതെ വേടൻ വന്നതുകൊണ്ട് മാത്രമല്ല കേരളത്തിൽ ജാതി ഉണ്ടായത്. മനസ്സിനുള്ളിൽ ഇപ്പോഴും എല്ലാവർക്കും ജാതിയുണ്ട്. കോൺഗ്രസിനകത്ത് ചില നേതാക്കൾ ദളിത് വിരുദ്ധരാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. എല്ലാ പാർട്ടിക്കകത്തും ഈ സാധനം ദളിത് വിരുദ്ധത ഭീകരമാണ്. ഞാൻ എൻ്റെ കമ്മിറ്റിയിൽ ഞങ്ങൾ 5 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞങ്ങൾ 2 എസ്-മാരുണ്ടായിരുന്നു. ആ 2 എസ്-മാരൊഴിച്ച് ബാക്കിയുള്ളവർ MLA-മാരും നിയമസഭാ സീറ്റ് കിട്ടിയവരും ഒക്കെ ആയിട്ടുണ്ട്. ഇവൻ ഷാഫി പറമ്പിൽ MP ആയി, റജിൽ മാഗൂറ്റി മത്സരിച്ചു, ശരത്ത് മത്സരിച്ചു. KPC പ്രസിഡന്റ് ആവാൻ വേണ്ടി പറയുമ്പോൾ മാത്രം അദ്ദേഹത്തെ ആക്രമിക്കുന്നത് എന്തിനാണെന്ന് ജാതി ഉണ്ട്, അതുകൊണ്ടാണ് അത് ആക്രമിക്കപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ കൂടെ കന്യാകുമാരി തൊട്ട് അങ്ങ് കാശ്മീർ 6 മാസം വീട്ടിൽ നിന്ന് മാറി നിന്നു. ഇങ്ങനെ മാറി നിന്ന് കൈമണി അടിക്കാൻ പറ്റുന്ന ഒരാൾക്ക് 3 ബൈ ഇലക്ഷൻ ഇതിലെ കടന്നുപോയി, ഒരു സീറ്റ് പോലും ചോദിക്കാൻ പറ്റിയിട്ടില്ലല്ലേ? ജാതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്. നിങ്ങൾ ഈ സംവരണത്തിലെ മത്സരിക്കുകയുള്ളൂ. ജാതി സെൻസസ് വേണമെന്ന് വളരെ ശക്തമായ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി മാത്രമല്ല, KC വേണുഗോപാലും. കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഈ ജാതി സെൻസസിനെ കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത് ചർച്ച ചെയ്യാത്തത്? എന്നാൽ ഈ ജാതി സെൻസസ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സാമുദായിക സംഘടന എതിരാണ്. അതായത് വോട്ട് ബാങ്കായ ഒരു സമുദായ സംഘടന ഇവിടെ എതിരാണ്. ആ ഉള്ളത് കൊണ്ടാണ് ഇവിടെ CPM ഈ കാര്യത്തിൽ മിണ്ടാത്തത്. എല്ലാ കാര്യത്തിലും ഇടപെടുന്ന CPM ജാതി സെൻസസ് ഒരക്ഷരം മിണ്ടാത്തതും അത് നടപ്പിലാക്കാത്തതും അതുകൊണ്ടാണ്. പിന്നെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കളല്ല, ഭൂരിഭാഗം നേതാക്കളും ഒരക്ഷരം മിണ്ടുന്നില്ല ജാതി സെൻസസിനെ കുറിച്ച്. എന്നാൽ വടക്കേന്ത്യ ചെല്ലുമ്പോൾ ജാതി സെൻസസ് എന്നൊക്കെ ആർത്ത് വിളിക്കും. നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന നിങ്ങൾക്ക് അരിയില്ലേ, പഞ്ചാരയില്ലേ, മണ്ണെണ്ണയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇത്രയും ഒരു ഹ്യൂമാനിറ്റേറിയൻ അല്ലാതെ മനുഷ്യന്മാരോട് പെരുമാറാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവണേ ഇല്ല. രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം ഈ ആദിവാസികളാണ്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഒരാൾ വന്നാൽ ഒന്നെങ്കിൽ മാവോയിസ്റ്റ് ആക്കും, അല്ലെങ്കിൽ തീവ്രവാദിയാക്കും. അട്ടപ്പാടി ആദിവാസികൾ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വംശഹത്യ നടക്കുന്നത്. അതിനെ നമ്മൾ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ മരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ കാലത്തും ഈ ദളിത് ആളുകളെ ജാഥയുടെ നീളം കൂട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനും അതിനൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ യൂസ് ചെയ്തത്. അതെ, എന്നാടാന്ന് ചോദിച്ചാൽ ആരാടാന്ന് ചോദിക്കുന്നവന്മാരെ വേണ്ട പാർട്ടിക്ക് വേണ്ട. എന്നോടൊപ്പം ഉള്ളത് ഇന്ന് മഞ്ജുക്കുട്ടനാണ്. നമസ്കാരം. നമസ്കാരം. പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, മഞ്ജുക്കുട്ടൻ. അതെന്താണ് അങ്ങനെ ഒരു പേര്? അത് അമ്മയുടെ ഒരു ആഗ്രഹം, വേറെ ആർക്കും ഇല്ലാത്ത പേര് വേണമെന്നാണ്, അങ്ങനെ ഇട്ടതാ. ഞാനും മഞ്ജുക്കുട്ടൻ എന്നുള്ളത് ഞാൻ മജു എന്നായിരുന്നു ആദ്യം വായിച്ചത്. പിന്നീട് ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ ഞാൻ വാട്സപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ മജു എന്ന് പറഞ്ഞ ഒരാളല്ലോ, പെട്ടെന്ന് സ്പെല്ലിങ് ഒന്നുകൂടെ നോക്കിയത്. കാരണം നമ്മളങ്ങനെ ഒരു പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഒരു ലക്ഷ്മി നാരായണൻ, ഒരു ദീപാരാജൻ, ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ലക്ഷ്മി നാരായണൻ, ദീപാരാജൻ, മഞ്ജുക്കുട്ടൻ. ഞങ്ങൾ 3 പേര് ആണുങ്ങളായിരുന്നു. ആണല്ലേ? ഓക്കെ, നമ്മൾ ഇനി കാര്യത്തിലേക്ക് വരാം. നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പം റീലല്ല റിയൽ എന്നും പറഞ്ഞിട്ടൊരു ഇത് തന്നെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പം കോൺഗ്രസിലാണ് വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായിട്ടാണ് കോൺഗ്രസ്? ഞാനൊരു 22 വർഷം പഠിക്കുന്ന കാലം തൊട്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങി. KSUവിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അത് തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് രാഹുൽ ഗാന്ധി സംഘടനാ ചുമതല ഏൽക്കുന്ന സമയത്ത് ഒരു ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ചു. ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രൈബ് വിഭാഗത്തിൽ നിന്നൊരാൾ സംസ്ഥാന സെക്രട്ടറി ആണ്. അങ്ങനെ ആയ ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസ് ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. അന്നൊക്കെ വലിയ ന്യൂസ് ആയിരുന്നു. അന്ന് വലിയ ന്യൂസ് ആയിരുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് 2007 അതെന്നുവെച്ചാൽ ഞാൻ പറയാൻ കാരണം, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ നമ്മൾ നിലമ്പൂരിലേക്ക് വരാം, അടുത്തിടെ തന്നെ പറഞ്ഞിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് സാറ് ഇതേ ഒരു കാര്യം. KPCC പുനഃസംഘടന വരുന്നുണ്ട്. KPCCയിൽ ഇതുവരെ അങ്ങനെ ഒരു എന്താ പറയാ, ഇത്രയും വർഷമായിട്ട് ഒരു ദളിതോ അല്ലെങ്കിൽ ഒരു ട്രൈബോ വന്നിട്ടില്ല. കാരണം എല്ലാ സംഘടനയിലും, നമ്മളിവിടെ സംഘടനയല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എന്താ പറയുക, മെയിനായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. നമ്മളൊരു ലെയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാക്കൾ ഒരു ലെയർ, ദെൻ അവരുടെ ഫാമിലി ഒരു ലെയർ. കാരണം അത് കൂട്ടാതെ ഇപ്പൊ പോകാൻ പറ്റത്തില്ല, നമുക്കറിയാലോ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെയാണ് അണികൾ എന്ന് പറയുന്നത്. അതിലും ഇത്ര ആൾക്കാരെ മാത്രമാണ് മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിലമ്പൂർ ഇലക്ഷനും ഇപ്പൊ KPCCയുടെ പുനഃസംഘടനയും വരുന്നു, എങ്ങനെയാണ് ഇതിനെക്കുറിച്ച്? ഈ കോൺഗ്രസ് പാർട്ടി ഒരു ദളിത് വിരുദ്ധ സംഘടനയാണെന്നും അഭിപ്രായം എനിക്കില്ല. അതായത് കോൺഗ്രസ് എപ്പോഴും ദളിതർക്ക് വലിയ പരിഗണന കൊടുത്തൊരു സംഘടനയാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ദളിതനായ കോൺഗ്രസ്സുകാരനായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് KR നാരായണൻ ദളിതനെ കോൺഗ്രസ്സാണ് കൊണ്ടുവന്നത്. സ്പീക്കർ മീര കുമാർ
അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് ഒരു ദളിത് വിരുദ്ധ സംഘടനയൊന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിനകത്ത് ചില നേതാക്കൾ ദളിത് വിരുദ്ധരാണ്. അതിനകത്ത് അത് സത്യസന്ധമായ ഒരു അവസ്ഥയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പം വടക്കേന്ത്യയിലൊക്കെ നമുക്ക് പരസ്യമായി ജാതിയും പറച്ചിലുണ്ടെങ്കിലും കേരളത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ അതൊരു ഇൻഡയറക്റ്റായിട്ട്, അതായത് പരസ്യമായി പറയാൻ പറ്റാതെ ഇൻഡയറക്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനം തന്നെയാണ് കേരളത്തിൽ. അത് കോൺഗ്രസിനകത്ത് മാത്രമല്ല, എല്ലാ പാർട്ടിക്കകത്തും എടുത്തു നോക്കെ, എല്ലാ പാർട്ടിക്കകത്തും ഈ സാധനം ദളിത് വിരുദ്ധത ഭീകരമാണ്. അല്ല, ഇപ്പൊ ഞാൻ ഇത് ഇത്രയും മനസ്സിലാക്കാം. മഞ്ജുക്കുട്ടൻ തന്നെ പറഞ്ഞു താങ്കളൊരു ട്രൈബാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ട്രൈബിൽ ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് വയനാടാണ്. ഓക്കെ, വയനാടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വയനാട്ടിൽ പോലും ഒരു ട്രൈബൽ നേതാവ് വരികയോ ഈ അടുത്തിടെ വന്ന ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി 2 തവണ മത്സരിക്കുകയും അതിനുശേഷം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കുകയും ചെയ്യുന്നു? എന്തുകൊണ്ടാണ് ഇപ്പം മഞ്ജുക്കുട്ടനെ പോലുള്ള ആളുകൾ ഉണ്ടായിട്ടും നിങ്ങളെ അവിടെ ചൂസ് ചെയ്യാതിരുന്നത്? അല്ല, വയനാട് നിലവിൽ 2 സീറ്റിൽ ട്രൈബ് സീറ്റുകളുണ്ട്, സുൽത്താൻ ബത്തേരിയും അതുപോലെ തന്നെ നിയമസഭാ സീറ്റുകളുണ്ട്. പാർലമെന്റ് ജനറൽ സീറ്റുകളാണ് അവിടെ. ഒരു ട്രൈബ് ജനറൽ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ സംവരണത്തിലെ മത്സരിക്കുകയുള്ളൂ. അല്ല, അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. കാരണം ഇന്ന് വരെ രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ട്, ഒരു തവണ മാത്രം ഒരു ജനറൽ സീറ്റിൽ ഒരു SC മത്സരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു CPM അങ്ങനെ ഒരു തവണ എങ്ങാണ്ട് മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു മത്സരിപ്പിച്ചാൽ വിജയിക്കുമെന്ന് 100% ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പില്ല. ആ ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ അവർ മത്സരിപ്പിക്കാൻ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പേടിയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പം ഭൂരിപക്ഷ NSS SNDP ഉള്ള ഒരു മേഖലയിൽ ഒരു ദളിതനെ കൊണ്ട് മത്സരിപ്പിച്ചാൽ അവൻ ജയിക്കുമെന്ന് എങ്ങനെ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും? ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. പക്ഷെ അത്രയും നല്ല നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അത്രയും വലിയ വിശാല മനസ്ഥിതിയുള്ളവരായി മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് മനസ്സിനുള്ളിൽ ഇപ്പോഴും എല്ലാവർക്കും ജാതിയുണ്ട്, ഒരു സംശയം ഉണ്ടാക്കാൻ. ഈ ഒരൊറ്റ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചോദിച്ചത്. അതായത് ഇത് തന്നെയാണ് പ്രോബ്ലം. ഇപ്പൊ നമ്മളിപ്പോ ജാതി ഇല്ല എന്ന് പറയുന്നു, വേടന ഇപ്പൊ നമ്മൾ പറയുമ്പോ വേടൻ ജാതി. സോഷ്യൽ മീഡിയക്കകത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് വേടന. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ആക്രമിക്കപ്പെടുന്നത്. അല്ല, അതിനൊരു ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ വേറൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ പറയുന്ന വേടനെ കുറിച്ചുള്ള ഫസ്റ്റ് ആരോപണം, അതായത് ഇപ്പൊ 4 സുഹൃത്തുക്കൾ നമ്മുടെ മുറിയിൽ പോലും നമ്മൾ 4 പേരുണ്ട്. ഈ 4 പേരും നമ്മൾ ജാതി ചോദിച്ചല്ല കൂട്ടുകൂടുന്നത്. പക്ഷെ വേടന്റെ പാട്ട് വന്നതിന് ശേഷം ജാതി ചോദിച്ച് തിരിച്ചറിഞ്ഞ് പിന്നെ കുട്ടികളെല്ലാം ഭയങ്കര വഴക്കാണ്. വേടൻ വന്നതുകൊണ്ട് മാത്രമല്ല കേരളത്തിൽ ജാതി ഉണ്ടായത്, ജാതി അതിനു മുമ്പേ ഉണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ജാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അതായത് ഞാൻ ജാതി താന്നവനാണെങ്കിൽ ഞാനാണ് അത് അനുഭവിക്കുന്നത്, എനിക്ക് മാത്രമേ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവത്തുള്ളൂ. മറ്റുള്ളവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവും. ഇതിലൊരു തിരുത്തുണ്ട്, ജാതിയിൽ താന്നുള്ളത് അവരെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഇതേ ഇല്ല. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് അവർക്ക് തുല്യ പ്രാതിനിധ്യം കിട്ടാൻ വേണ്ടി സംവരണം ഉണ്ടാക്കിയതില്ല. സംവരണം നമ്മൾ ഭരണഘടനയെ പ്രത്യേകം, അതായത് നമ്മൾ പറയല്ലേ ചില ആളുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം അവർ ജാതിപരമായും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും എല്ലാം കൊണ്ടും വളരെ താഴെ കിടക്കുന്നവരാ. അവരെ ഈ പറഞ്ഞ പോലെ കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, ഉയർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഭരണഘടനയെ സംവരണം ചെയ്തത്. പക്ഷെ സംവരണത്തിനെ പോലും ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അതെ, ജോലി കിട്ടാനും അഡ്മിഷൻ കിട്ടാനും മാത്രമുള്ള സാധനമായിട്ടാണ് സംവരണത്തെ ബാധിക്കും. പക്ഷെ അതല്ല, അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നതും. മഞ്ജുക്കുട്ടൻ ഇത്രയും നാൾ 20 വർഷം കോൺഗ്രസ് നിന്നിട്ട് ഇതുവരെ ഒരു പൊസിഷനിലോ മഞ്ജുക്കുട്ടൻ്റെ ഒരു ഫേസോ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഫേസ്ബുക്കിൽ ഒരു എഴുത്തല്ലാണ്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങളൊരു ട്രൈബാണെന്നും നിങ്ങൾ ഇങ്ങനെ വന്ന എനിക്ക് അതിശയം വരുന്നു. അതായത് KSUവിന്റെ സംസ്ഥാന ആവുകയും പിന്നീട് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എനിക്ക് അതിശയമാണ്. അതെന്താണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാത്തത്? കാരണം നമ്മൾക്കിടെ ഇടയിൽ നിന്ന് ഇപ്പം എന്നെ ആളുകൾ പരിഹസിക്കുന്ന പരിഹസിക്കല്ല, നമ്മൾ ഈ വേടന്റെ വിഷയത്തിലൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയം പറയാൻ വന്നാൽ നിനക്കായില്ലേ, നിനക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. തിരിച്ച് പറയാൻ പറ്റുന്ന ഒരു കാരണം, എനിക്കത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ചില ആളുകളോട് നമ്മൾ എക്സ്പ്ലെയിൻ എത്ര ചെയ്തിട്ടും കാര്യമില്ല. പക്ഷെ മഞ്ജുക്കുട്ടന് അതൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊന്ന് പറയാമോ? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് നിങ്ങൾ 20-22 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങളെ ഇത്രയും ഈ സ്റ്റേറ്റിൽ വരെ എത്തിയിട്ട്, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റിൽ വരെ എത്തി, ഓക്കെ, എന്തുകൊണ്ട് നിങ്ങളൊരു രജിസ്റ്റേർഡ് ഫേസ് ആയില്ല? ഇന്നലെ വന്നവർ വരും, ഇന്ന് MLA ആയിട്ടുണ്ട്. അതെ അതെ, എന്നേക്കായി ജൂനിയർ ആയിട്ടുള്ള ഒത്തിരി പേര് എൻ്റെ കമ്മിറ്റിയിലുണ്ടായിരുന്ന, എൻ്റെ കമ്മിറ്റിയിൽ ഞങ്ങൾ 5 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ ഞങ്ങൾ 2 ശരിയാ പറഞ്ഞത്, ഞങ്ങൾ 2 SC മാരുണ്ടായിരുന്നു. ആ 2
എസ്-സിമാരൊഴിച്ച് ബാക്കിയുള്ളവർ MLA-മാരും നിയമസഭാ സീറ്റ് കിട്ടിയവരും ഒക്കെ ആയിട്ടുണ്ട്. ഇവൻ ഷാഫി പറമ്പിൽ MP ആയി, അതിൻ്റെ ഇപ്പുറത്ത് റജിൽ മാക്കൂറ്റി MLA ആയി MLA ആയില്ല, മത്സരിച്ചു. ശരത്ത് മത്സരിച്ചു. അങ്ങനെ ഒത്തിരി പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ വാദത്തിന് ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, കോൺഗ്രസിൽ ദളിത് വിരുദ്ധത ഇല്ല എന്ന് പറയുന്നത് നമ്മൾ കോൺഗ്രസ് പാർട്ടിക്ക് ദളിത് വിരുദ്ധത, അതായത് ഞാൻ പറഞ്ഞുതരാം. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു മനുഷ്യനാണ്. അതായത് പാർട്ടിക്കകത്ത് ഉപരിവിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതായത് ദളിതർ കൂടുതൽ വരണം എന്ന് ആഗ്രഹിക്കുകയും, ദളിതർ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. പാർട്ടിക്കകത്ത് ഭീകരമായി, അത് കോൺഗ്രസ് പാർട്ടിക്കകത്തല്ല, എല്ലാ പാർട്ടിക്കകത്തും ഈ സവർണ മേധാവിത്വം ഭീകരമായിട്ടുണ്ട്. ആ വ്യക്തികളാണ് ഇത് സമ്മതിക്കാത്തത്, അല്ല പാർട്ടിയല്ല. പാർട്ടിയുടെ ആശയമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ മൊത്തത്തിൽ വരുമ്പോൾ പാർട്ടിയല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ചില വ്യക്തികളാണ് ഇത് തീരുമാനം എടുക്കുന്നത്. ആ വ്യക്തികളുടെ അഭിപ്രായം അനുസരിച്ചാണ് പലരും തഴയപ്പെടുന്നത്. ഇപ്പം കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യം പറഞ്ഞു. കേരളത്തിൽ ഇന്നേ ഒരു ദളിത് KPC പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ അത് അദ്ദേഹം പറയുമ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ്. അതെന്തിനാ, ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, എന്തിനാണ് കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം 7-8 അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഇലക്ഷനിൽ മത്സരിക്കുകയും ഏറ്റവും കൂടുതൽ MP ആയിട്ടുള്ള റെക്കോർഡുള്ള മനുഷ്യനാണ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീനിയോറിറ്റി ഉള്ള ഒരാളും വേറെ ആരുമില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് KPC പ്രസിഡന്റ് ആവാൻ വേണ്ടി പറയുമ്പോൾ മാത്രം അദ്ദേഹത്തെ ആക്രമിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും തിരക്കിയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ജാതി ഉണ്ട്, അതുകൊണ്ടാണ് അത് ആക്രമിക്കപ്പെടുന്നത്. ജാതി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാത്തത്. അതാണ് ഞാൻ ഈ ജാതി എന്ന് പറയുന്നത്. നമുക്ക് ചിരി വരുന്ന കാര്യം എന്താണെന്നറിയോ, നമുക്ക് മാത്രം മനസ്സിലായിട്ട് കാര്യമില്ല, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. എനിക്ക് നന്നായിട്ട് അറിയാം ജാതി ഉണ്ട് എന്നുള്ളത്. ഇനി എത്ര ആളുകൾ പറഞ്ഞെന്ന് പറഞ്ഞാലും ജാതി ഉണ്ട്. ഞങ്ങൾ 3 മക്കളാണ്. എന്നെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോകുന്നത്. പിന്നെ ഞങ്ങളെ 3 പേരെയും വളർത്താൻ വേണ്ടി ഞങ്ങളുടെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അതായത് അമ്മ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നൊറ്റ കാരണത്താൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അമ്മ തെരുവിലേക്ക് ഇറങ്ങിയത്. 3 മക്കളെയും കൈപ്പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങുമ്പം വീടില്ല, വസ്തുവില്ല, ജോലിയില്ല, ഭക്ഷണമില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ ഓല വാരി വെച്ച് കൂട്ടിയിട്ട് അതിനകത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് എൻ്റെ അമ്മ. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരെയും വളർത്തിയത്. അവിടെ നിന്ന് ഇന്ന് ഞാൻ സ്വന്തമായി ഒരു 2 നില വീട് വെച്ചു. അത് വലിയ വൈറലാവുകയൊക്കെ ചെയ്തു. 2 സെൻറ്റ് വസ്തുവിനകത്ത് വീട് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വൈറലായി. അപ്പം അങ്ങനെ എൻ്റെ അമ്മ ജോലി ചെയ്യാൻ പോയി, ഓരോ വീടുകളിൽ ജോലി ചെയ്യാൻ പോവുമായിരുന്നു. അവിടെ ചെല്ലുമ്പം ആ വീട്ടിലെ പട്ടിക്ക് പ്രത്യേക ഒരു പാത്രമാണ്, അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ അമ്മയ്ക്ക് പ്രത്യേകം പാത്രം. ആ പാത്രത്തിൽ എൻ്റെ അമ്മ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് കണ്ട് വളർന്നേ ഞാൻ, മനസ്സിലായില്ലേ? അപ്പം അല്ലെങ്കിൽ പാത്രം ഇല്ലെങ്കിൽ പറയും പുറത്ത് പോയി ഇല വെട്ടിക്കൊണ്ടുവരാൻ പറയും. അറിയാമല്ലോ, ഈ പണ്ട് കാലത്ത് നമ്മൾ TV ഇല്ലാത്ത വീടുകൾ, നമ്മൾ TV ഉള്ള വീടുകളിൽ പോയിരിക്കും. അപ്പോൾ TV ഉള്ള വീടുകളിൽ പോയിരുന്ന് TV കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഒരു ബക്കറ്റും ചൂലും എടുത്ത് കൈ കൊടുത്തിട്ട് പറയും, പോകാൻ നേരത്ത് ആ ഇരുന്ന സ്ഥലം കഴിയിട്ട് പോകാൻ പറയും. അത്ര വലിയ ഇത് അനുഭവിച്ച ആളാണ് ഞാൻ, മനസ്സിലായി? വളരെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ജാതി ഉണ്ട്, ജാതി ഞാൻ കൃത്യമായി അനുഭവിച്ച ആളാണ്. അപ്പൊ ജാതി ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ സമൂഹത്തിൽ ജാതി അല്ല. ഇപ്പൊ ഇവര് പറയുന്നത് എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നു. ഇപ്പൊ നമ്മള് വളർന്നു, അപ്പം നമ്മളോട് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങൾ, നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ നിന്റെ ആൾക്കാരാണോ, നിന്റെ കൂട്ടരാണോ, നിന്റെ തോളത്ത് കൈടുന്നവരാരാ, വേറെ ആൾക്കാരല്ലേ? അപ്പൊ എവിടെയാ ജാതി? പുതിയ തലമുറയ്ക്ക് ജാതിയൊന്നുമില്ല. പുതിയ തലമുറ എന്ന് പറയുന്നത് അതെനിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു ന്യൂജൻ പിള്ളേരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ന്യൂജനിലാണ് വേടൻ ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് കുട്ടികളെ തിരിക്കുന്നതെന്നാണ് ഒരു വാദം പോകുന്നത്. ആ ന്യൂജൻ പിള്ളേരാണ് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കാൻ പോകുന്ന തലമുറ. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അവരിലാണ് ഭാവിയിലെ നമ്മുടെ പ്രതീക്ഷ, ഒരു സംശയം വേണ്ട. വേടൻ ഇത്രയും വലിയ പിന്തുണ കൊടുക്കുന്നത് വേടൻ ജാതിയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടല്ല. വേടൻ പറയുന്നതെല്ലാം സത്യമാണ് എന്നുള്ളത് പുതിയ പിള്ളേർക്ക് അറിയാം. അവരതിനെതിരാണ്. അവർ പരിസ്ഥിതിക്ക് അനുകൂലമാണ്, പരിസ്ഥിതി വിരുദ്ധ ഒരു പരിപാടികൾക്കും അവർ എതിരല്ല. അവർ അഴിമതിക്കെതിരാണ്, രാഷ്ട്രീയത്തെ അഴിമതിക്കെതിരാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് കുട്ടികൾ വരാത്തത്. അവർ ഭീകരമായ അഴിമതിക്കെതിരാണ്. ഇപ്പൊ അങ്ങനെ ആ ഒരു
രാഷ്ട്രീയത്തിൽ കുട്ടികൾ വരാത്തതെന്ന് പറയുന്ന ഒരു വലിയ പോയിന്റാണ്. കാരണം നിങ്ങളുടെയൊക്കെ ചെറുതിലെ നിങ്ങൾക്ക് ASUവിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ഇപ്പൊ സംഘടനാ പ്രവർത്തനത്തിൽ കുട്ടികളെ കിട്ടാനില്ല. അതും ഈ ഇപ്പോൾ വളർന്നു വരുന്ന സാഹചര്യം, നിങ്ങൾ ഈ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ മുന്നേ നടന്നവരുടെ വഴി പിന്തുടരാൻ കുട്ടികൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ എന്തായിരിക്കും? പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വിറ്റാൽ ആളുകൾ വാങ്ങിക്കത്തില്ല. അതാണ് ഇപ്പം രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പഴയ ആൾക്കാർ റീലിട്ട്, എന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ റീലിട്ട് ക്ലീൻ ഷേവ് അടിച്ച് വെള്ളയിട്ട് ഇപ്പം വെള്ളം ഇടുന്നവരെല്ലാം കള്ളന്മാരാണെന്നൊരു പൊതുധാരണ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പല സിനിമ, ഇപ്പം പണ്ട് ഷാജി കൈലാസിൻ്റെയൊക്കെ സിനിമയിൽ സ്ഥിരമായി അങ്ങനെ വന്ന് പൊതുസമൂഹം അങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നത്. അപ്പം ഈ വെള്ളം കാണുമ്പോൾ തന്നെ ആളുകൾ ഇതാ വരുന്ന കള്ളൻ എന്നൊരു ചിന്ത മൊത്തത്തിൽ പുതിയ സമൂഹത്തിനുണ്ട്. പക്ഷേ പുതിയ ജനറേഷനിൽപ്പെട്ട നേതാക്കന്മാർ അതിൽ നിന്ന് മാറി. ഇപ്പം രാഹുൽ ഗാന്ധി, അദ്ദേഹം വെള്ളം ഇട്ട് നടക്കുന്ന ഒരു മനുഷ്യനല്ല. അദ്ദേഹം നല്ല ടീഷർട്ടൊക്കെ ഇട്ട് നല്ല ജീൻസൊക്കെ ഇട്ട് നടക്കുന്നു. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, ഹൈബി ഈഡൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നേതാവാണ്. ഹൈബി ഈഡൻ്റെ ഡ്രസ്സൊക്കെ കണ്ടാൽ നമുക്ക് വലിയ, അപ്പം പുതിയ ജനറേഷൻ എങ്ങനെയാണോ അവരിഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനൊരു മാറ്റം നമ്മുടെ രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്, ഇല്ലെന്നല്ല വരുന്നുണ്ട്. പക്ഷേ എന്നിട്ടും കുട്ടികളെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തത് ഈ നമ്മുടെ ആശയത്തിന് മാറ്റം ഇല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ബസ്സിൽ കല്ലെറിഞ്ഞാലേ സമരം ആവത്തുള്ളൂ, ധർണ ഇരുന്നാലേ സമരം എന്ന് വെച്ചാൽ പോലീസുമായിട്ട് പോയി അടി ഉണ്ടാക്കിയാലേ നേതാവാകാൻ പറ്റും. സമരത്തിന് മാറ്റം ഉണ്ടാവണം, നമ്മുടെ സമര രീതികൾക്ക് മാറ്റം ഉണ്ടാവണം. MLA ആയിക്കഴിഞ്ഞാൽ റോഡ് ഓട, അതിനപ്പുറം വേറൊരു വികസന പരിപാടികൾ. അപ്പം MP ആയ ഒരു ഹൈമാസ് കറക്റ്റ്, ഇതിനൊരു മാറ്റം വരണ്ടേ? ഇപ്പോൾ ഉദാഹരണത്തിന് അതിനൊരു മാറ്റം വന്നത് എങ്ങനെയാണെന്നറിയോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് VT ബൽറാം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ 2 വർഷത്തെ പ്രവർത്തന ഫണ്ടെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് വലിയൊരു കോളേജ് ഉണ്ടാക്കി, ഒറ്റ കോളേജ്. അതൊരു വലിയ മാറ്റമാണ്. ആ കോളേജ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് ക്ലാസ്സുകളിലെല്ലാം മൈക്കിൽ കൂടെ പഠിപ്പിക്കുന്നതും AC ഹൈടെക് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി. അപ്പോൾ അതൊരു വെറൈറ്റി കാഴ്ചപ്പാടാണ്. പിള്ളേർക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാമല്ലോ. അപ്പോൾ പാലക്കാട് വന്നപ്പോൾ ഷാഫി പറമ്പിൽ സിന്തറ്റിക് ട്രാക്ക്, ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു MLA സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കരുനാഗപ്പള്ളി വന്നപ്പം കരുനാഗപ്പള്ളി MLA CR മഹേഷ് എല്ലാ മണ്ഡലത്തിലും ടർഫുകൾ. അതൊരു പുതിയ കാഴ്ചപ്പാടാണ്. കളിക്കളങ്ങൾ കുറഞ്ഞു വരുന്ന സമയമാണ്. ഓട റോഡ് എന്നതിനപ്പുറം, കെട്ടിടങ്ങൾ എന്നതിനപ്പുറം നമ്മുടെ വികസനത്തിനകത്തും പുതിയ കാഴ്ചപ്പാട് ചേർത്താൻ മാത്രമേ ഈ പിള്ളേർ നമ്മുടെ കൂടെ അയക്കത്തുള്ളൂ. അവർക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ല. അതാണ് സത്യം. അങ്ങനെ ചോദിക്കുന്നവരോട് കൂടി മാത്രമേ അവർ നിൽക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അല്ലേ, ഇപ്പം റീൽസിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പം നിലമ്പൂർ ഇലക്ഷനാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കണ്ടത്. അതിൽ ചാണ്ടി ഉമ്മൻ വീടുകളിൽ സന്ദർശനം രണ്ടു ദിവസം ചാണ്ടി ഉമ്മൻ നടത്തുകയും മറ്റു കുറച്ച് ആളുകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർ റീൽസിൽ മാത്രമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് സംഘടനയ്ക്കകത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. കോൺഗ്രസിനകത്ത് ചെറിയൊരു വിള്ളലും പൊട്ടലും ചീറ്റലും ഉണ്ടാക്കി. കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. അതായത് ചീത്ത വിളിക്കാനും ചീത്ത വിളിക്കാതിരിക്കാനും ഒക്കെ അധികാരമുള്ളൊരു പാർട്ടി. രാഹുൽ ഗാന്ധി വരെ ചീത്ത വിളിക്കുക, ഒരു പ്രശ്നമില്ല ഈ പാർട്ടിക്കകത്ത്. അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. നേരെ മറിച്ച് CPM-നകത്ത് പിണറായി വിജയനെ ചീത്ത വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ അവൻ പാർട്ടി കാണത്തില്ലെന്ന് മാത്രമല്ല, അവൻ്റെ വീട്ടിൽ ഇന്നോവയും ചെല്ലും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അപ്പോൾ കോൺഗ്രസിനകത്ത് അത്ര വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് ഈ റീൽസ് എന്ന് പറയുന്നത് റീൽസും വേണം, റിയലും വേണം, രണ്ടും വേണം. ഞങ്ങളുടെ ചാനലിന്റെ പേരും അങ്ങനെ കേട്ടോ, റീൽ ആൻഡ് റിയൽ എന്നാണ്. മനസ്സിലായോ? റീൽ മാത്രമല്ല, ഞങ്ങൾ റിയലുമാണ്. ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാള് ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താൻ വലിയ ഒരു ഫേസ് ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം വരുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി വന്ന് നിൽക്കുമ്പം ആള് കൂടുന്നതാണൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് ആള് കൂടുന്നത്. അപ്പം അദ്ദേഹം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് പാർട്ടിക്ക് വലിയ ഗുണമാണ്. നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്നാൽ ചാണ്ടി ഉമ്മൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ രീതിയാണ്. ഇപ്പം ചാണ്ടി ഉമ്മൻ ചെയ്യുന്ന കണക്കും ഷാഫി പറമ്പിൽ ചെയ്യുന്ന കണക്കും ചിലപ്പോൾ ഞാൻ ചെയ്തിരിക്കത്തില്ല. എനിക്ക് വേറൊരു ടൈപ്പായിരിക്കും. ഞാൻ പോയത് അവിടുത്തെ ആദിവാസി ഊരുകളിലാണ്. ആദിവാസി ഊരുകളിൽ പോയപ്പോൾ വളരെ പ്രതിസന്ധിയുള്ള പ്രശ്നം. പലർക്കും സ്വന്തമായിട്ട് ഭൂമിയില്ല. ഭൂമിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ആദിവാസികൾക്ക് ഭൂമി. ഞാൻ ഈ അടുത്തിടയ്ക്ക് നരിവേട്ട എന്ന് പറയുന്ന സിനിമ കണ്ട് എനിക്ക് ഈ മുത്തങ്ങ സമരമൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ജാനു ചേച്ചിയുടെ പുസ്തകമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭരണകാലത്തായിരുന്നു ആ സംഭവം നടന്നതൊക്കെ. എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തായിരുന്നു. പക്ഷേ
എനിക്ക് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സമരത്തെ അല്ല, ആ അടിച്ചമർത്തലിനെ ഒരിക്കലും. ഞാനൊരു ആദിവാസിയാണ്, എനിക്കിപ്പം അവിടെ അവർ ചോദിച്ചത് ഭൂമി മാത്രമാണ്. ആ ഭൂമി കൊടുക്കാത്തിടത്തോളം കാലം അവർ ഉണ്ടാക്കിയ സമരത്തെ പിന്തുണയ്ക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. അത് കോൺഗ്രസ് ആയതുകൊണ്ട് ഞാൻ ആ സർക്കാരിനെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പിന്തുണയ്ക്കത്തില്ല. അപ്പം ഞാൻ ആദിവാസികളുടെ ഒപ്പമായിരിക്കും. ഇപ്പം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആദിവാസി ഊരുകളിൽ പോയപ്പം അവർക്ക് സാധാരണ ഈ ആദിവാസികൾക്ക് എല്ലാ മാസവും കൃത്യമായി അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവരുടെ വീടുകളിൽ എത്തണമെന്നാണ്, കിറ്റിനകത്താക്കി കൊടുക്കണമെന്നാണ്, അരി എല്ലാം കൊടുക്കണമെന്നാണ്. ഈ പല വീടുകളിലും ഈ സാധനം കിട്ടുന്നില്ല. പിന്നെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അവിടെ ചിലവാകുന്ന മരുന്നിൻ്റെ ക്യാഷ് അവർക്ക് കൊടുക്കണം, ആ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ. ആ സാധനം അവർക്ക് കിട്ടുന്നില്ല. വീട് കിട്ടുന്നില്ല, വൈദ്യുതി ഇല്ലാത്ത വീടുകൾ. ഒരു വീട്ടിൽ ചെന്നപ്പം 7 കുഞ്ഞുങ്ങളാണ് ഒരു സ്ത്രീക്ക്. അതുങ്ങളെല്ലാം ഉടുപ്പും നിക്കറൊന്നും ഇല്ലാതാണ് നടക്കുന്നത്. അതിൻ്റെയൊക്കെ ആരോഗ്യം എങ്ങനെയാണെന്ന് പോലും സർക്കാർ തിരക്കുന്നില്ലെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതായത് ആദിവാസികൾ ഗുഹയിൽ താമസിക്കുന്നവർ, ഞാൻ ഞെട്ടിപ്പോയി. കേരളത്തിൽ അതായത് ഈ ജൂലൈ 1 തീയതി നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യരഹിത കേരളമായി പ്രഖ്യാപിക്കാൻ പോവുക. അപ്പോഴാണ് നിലമ്പൂരിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ ഇപ്പോഴും ഗുഹയിലാണ് താമസിക്കുന്നത്. അവരെ നമ്മൾ വിളിച്ചാൽ കിട്ടില്ല. അല്ലെങ്കിൽ അതായത് എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളം ട്രൈബ്സിനെ കണ്ടിട്ടുണ്ടെന്ന്. കാരണം നിങ്ങൾ താമസിക്കുന്ന ഏരിയ കരുനാഗപ്പള്ളിയിലെ ഒരു 10-15 വീട് അത്രയല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ട്രൈബ്സ് തിങ്ങി നിൽക്കുന്ന ഈ വയനാട്, ഈ നിലമ്പൂര്, അട്ടപ്പാടിയിലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു ഇതാണ് കേട്ടോ, എക്സ്പീരിയൻസ് തെറ്റാണെങ്കിൽ പറയണം, ഇവരെ നമ്മൾ വിളിക്കും. അതായത് സർക്കാർ തന്നെ പറയുന്നത് സർക്കാർ ഇവർക്ക് ഇതെല്ലാം കൊടുക്കും, പക്ഷെ അവർക്ക് അതൊന്നും വേണ്ട, അവർക്ക് ഈ ഗുഹയിൽ തന്നെ കഴിഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് നമ്മളിങ്ങനെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതായത് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവര് ഇവിടെ പോയി അവരുടെ സ്റ്റഡി നടത്താറുണ്ട്. അതായത് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊമോട്ടേഴ്സ് എന്ന് പറയും. ഈ പ്രൊമോട്ടേഴ്സ് അല്ല, വേറെയും പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അപ്പം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, മണികണ്ഠൻ എന്നാണ് അവൻ്റെ പേര്. അവൻ ട്രൈബാണ്. അവനാണ് ഇങ്ങനെ എനിക്ക് വിവരങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അവർക്കത് വരാൻ താല്പര്യമില്ലാത്തത്. ഇപ്പം ഇത്രയും പോയി കണ്ടു, നിലമ്പൂർ പോയി ഇത്രയും കണ്ടു, ഇന്നും ഗുഹയിൽ താമസിക്കുന്ന ആളുകളെന്ന് മഞ്ജുക്കുട്ടൻ പറയുമ്പോൾ എന്തുകൊണ്ടാവാം അവർ വരാത്തത്, അല്ലെ എന്താണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് സർക്കാർ ചെയ്യേണ്ടത്, എന്താണെന്നാണ് തോന്നൽ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, അതേപോലെ തന്നെ നമ്മൾ ഒരാളെന്നുള്ള നിലയിൽ എന്തായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്? 2 കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. ഒന്ന്, ആദിവാസികൾ അവരുടെ സ്വത്വബോധം അനുസരിച്ച് കാട്ടിൽ തന്നെ ജീവിക്കട്ടെ, നമ്മൾ അവരെ ശല്യം ചെയ്യരുത് എന്ന് കരുതുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്നാൽ അതല്ല, എനിക്ക് ആ തീരുമാനത്തിൽ നിന്ന് മാറ്റം വന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഈ സ്വത്വബോധമുള്ള ഒരാളായിരുന്നു. അവരവരുടെ സ്വത്വബോധം അനുസരിച്ച് ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ നമ്മുടെ VT ബൽറാമുമായിട്ട് ഈ കാര്യം സംസാരിച്ച്, അപ്പോൾ VT ബൽറാമു പറഞ്ഞ്, എടാ എല്ലാ കാലവും അവരങ്ങനെ തന്നെ താമസിക്കാനാണോ നിങ്ങളുടെ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്തായിട്ടാ അങ്ങനെ പറയുന്നത്? അവരെ നമുക്ക് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ജീവിച്ചവരല്ലേ, നമ്മളെല്ലാം പരിഷ്കാരികളായത് എങ്ങനെ? നമ്മൾ വിദ്യ അഭ്യസിച്ചു, അതേപോലെ തന്നെ നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു തുടങ്ങി, പുതിയത് കണ്ടു, നമ്മുടെ തലമുറകളെ മാറ്റിയെടുത്താണ് നമ്മൾ ഇന്നത്തെ രീതിയിലായത്. മനസ്സിലായി? അവരും അങ്ങനെ വരണ്ടേ, എല്ലാ കാലവും അവിടെ തന്നെ ജീവിക്കാനാണോ എന്ന്? അപ്പം ശരിയല്ലേ, VT ബൽറാമു പറഞ്ഞത് കറക്റ്റ് അല്ലേ? എല്ലാ കാലവും ഒരു ഗുഹയിൽ താമസിച്ചാൽ മതിയോ? ശരി, നമ്മളൊരു പരിണാമം പറയുമ്പോൾ ഗുഹകളിൽ നിന്ന് അവര് പുറത്തേക്ക് വരണ്ടേ? അപ്പം ആ ഒരു കാഴ്ചപ്പാട്, അതായത് അവർ പുറത്തേക്ക് വരണമെന്നുള്ള കാഴ്ചപ്പാടാണ് എൻ്റെ. അത് ഒരടിക്ക് അവരെ കൊണ്ടുവന്ന് നമുക്കൊരു വീട് വെച്ച് കൊടുത്ത് താമസിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അവരുടെ മക്കളെ പിടിക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് മാറ്റം ഉണ്ടാകും, പുതിയ തലമുറയ്ക്ക് മാറ്റം ഉണ്ടാകും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു വെക്കുന്നു, പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ ഇതുവരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരെ ഇവിടെ പഠിത്തം SC ST കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കിട്ടാതെ പഠനം മുടങ്ങി ഊരുകളിലേക്ക് പോയി ഒരുപാട് കുട്ടികളെ അറിയുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പോലും അതിനൊരു, ഇപ്പൊ എന്റെ മുന്നിൽ ഒരാളെ കിട്ടിയതുകൊണ്ട് കേട്ടോ ഞാനത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും വർഗസ്നേഹം പറയുമ്പോ പോലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പോലും അത് പറ്റാതെ? ഞാൻ വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്നപ്പം ഇതിനെതിരെയൊക്കെ ഞാൻ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വിദ്യാർത്ഥി സംഘടനകൾ അത്തരം വിഷയങ്ങൾ, അതായത് ഇന്നും ലംസംഗ്രാൻഡ് കിട്ടാത്ത SC ST കുട്ടികളുടെ അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഒത്തിരി മുടങ്ങിക്കിടക്കുന്നുണ്ട്. ഇത് കിട്ടുന്നതിന് ഒരു വിദ്യാർത്ഥി സംഘടനകളുടെ ശബ്ദം ഉയർത്തുന്നില്ല. അത് KSU ആകട്ടെ, SFI ആകട്ടെ, ഒരു വിദ്യാർത്ഥി സംഘടനകളും. ആ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ ഒപ്പേരാന്ന് പറഞ്ഞിട്ട് ഗീതാന്തമാഷിന്റെ ഒക്കെ കീഴിൽ ഇവിടെ കുറച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ആ എമൗണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ ആളുകൾ വെച്ച് നീട്ടുന്ന ഭിക്ഷയല്ല.
അത് അവരുടെ അവകാശമാണ്, പഠിക്കാനുള്ള അവകാശമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ പെൻസിൽ മുതൽ ബാഗ് വരെ ഫ്രീ ആണ് ആദിവാസി കുട്ടികൾക്ക്. ഇത് ഇത്രയും അവരുടെ ഫണ്ടാണ്, അതായത് ഒരു കുട്ടിക്ക് വേണ്ടി സർക്കാർ ചെലവാക്കുന്ന ഫണ്ടാണ്, അത് ചെലവാക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് നിങ്ങൾക്കൊക്കെ ഇപ്പൊ മഞ്ജുക്കുട്ടൻ തന്നെ ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ എന്റെ അറിവില് വേറെ ഇല്ല ഒരു ട്രൈബായിട്ടുള്ള നേതാവ് നിങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് വാദിക്കുമ്പോൾ നിരന്തരം നിങ്ങൾ പാർട്ടിയിൽ തഴയപ്പെടുകയാണോ, അതോ പൊതുസമൂഹത്തിന്റെ മൊത്തം പ്രശ്നത്തിൽ ഇടപെടാനാണോ പാർട്ടികൾ പറയുന്നത്? എന്താണ് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പം നമുക്കൊരു എൻ്റെ വീട്ടില് എനിക്ക് ടി വി വന്നാലാണ് എനിക്ക് കാണാൻ പറ്റുക, മറ്റൊരാളുടെ വീട്ടിലെ ടി വിയിൽ എത്ര നേരം എനിക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ട്രൈബ്സിനോ അല്ലെങ്കിൽ ഒരു എസിക്കോ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എത്ര ഇപ്പം വേറൊരാൾ വന്നെന്ന് പറഞ്ഞാൽ അയാൾക്ക് ചെയ്യാവുന്നതിന് അയാൾക്ക് പെയിൻ അറിയില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തെങ്ങിൽ കയറാൻ ഉപയോഗിക്കുന്ന ഒരാൾക്കാണ് തളപ്പിന്റെ ആ ഒരു സ്റ്റൈൽ അറിയുള്ളൂ. തളപ്പ് എത്ര അയാളുടെ കാലിനനുസരിച്ചുള്ള തളപ്പ്, ആ തളപ്പിൽ എത്ര ടൈറ്റ് ചെയ്യണമെന്ന് അയാൾക്കാണ് അറിയാവുന്നത്. എങ്ങനെയാണ് താഴെ നിൽക്കുന്ന മുതലാളി അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന പറമ്പോണവർക്ക് എടാ ആ തളപ്പ് ശരിയല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ പറ്റുമായിരിക്കും, അവർ ഒരുപാട് തേങ്ങയുടെ കണ്ടിട്ടുണ്ടായി, എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ് അത് ആരാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ട ആള്? തെങ്ങ കയറുന്നവനല്ലേ. അത് ഞാൻ തെങ്ങെന്ന് പറഞ്ഞത് ഒരു ജാതി അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ഒരു ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ മഞ്ജുക്കുട്ടൻ ഇപ്പൊ എന്താണ് ഇപ്പൊ എനിക്കതൊരു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം. ഭയങ്കര വിഷമം എന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, നമ്മൾക്ക് ആദിവാസി കുട്ടികളെ പിടിക്കാനാണ് ഞാനടക്കം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതാ സത്യം പറയുമ്പോൾ അതൊക്കെ പറയുമ്പോൾ എന്റെ ചങ്ക് വേന എടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ റീസെന്റ് ആയിട്ട് അറിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ പെൺകുഞ്ഞുങ്ങള് വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എണീറ്റ് കുളിച്ച് നിൽക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾ. എന്താന്ന് വെച്ചാൽ വേറെ ബാത്റൂമില്ല നേരം വെളുത്താല്. അവര് വെളിയിൽ നിന്നാ കുളിക്കണത്. പീരിയഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുങ്ങൾക്ക് പാഡില്ല, അതുങ്ങൾക്ക് ഒരു സൗകര്യമില്ല. നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന നിങ്ങൾക്ക് അരിയില്ലേ, പഞ്ചാരയില്ലേ, മണ്ണെണ്ണയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇത്രയും ഒരു ഹ്യൂമാനിറ്റേറിയൻ അല്ലാതെ മനുഷ്യന്മാരോട് പെരുമാറാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവണേ ഇല്ല. രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം ഈ ആദിവാസികളാണ്. കാരണം ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥ. അങ്ങനെ ചോദിക്കാനും പറയാനും ആൾ വന്ന സമയത്താണ് ഇവരെ, അങ്ങനെ ഒരാൾ വന്നാൽ അവരെ ഒന്നെങ്കിൽ മാവോയിസ്റ്റ് ആക്കും അല്ലെങ്കിൽ തീവ്രവാദിയാക്കും. അത് കാരണം ഈ ആദിവാസി വിഷയത്തിൽ ആരും ഇടപെടാൻ ഭയപ്പെടും. ഉദാഹരണത്തിന് ഈ മുത്തങ്ങ വിഷയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും ആദിവാസികളെ ഒരുമിപ്പിച്ച് ഞങ്ങൾക്ക് ഭൂമി വേണം എന്ന് പറഞ്ഞിട്ട് നടത്തിയൊരു സമരം. ആ സമരം നടത്തിയപ്പോൾ ആ ജാനു എന്ന് പറയുന്ന സ്ത്രീ ഏറ്റവും കൂടുതൽ ഭീകരമായ പീഡനങ്ങൾക്ക് ഏറ്റു. അതായത് ഇവിടെ KR ഗൗരിയമ്മയാണ് അവരെ ആകെ പിന്തുണച്ചത്. അല്ല, അവരെ പോലും നമ്മൾ പറയണത് KR ഗൗരിയമ്മയാണ് ലാത്തി കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിക്കുന്നതെന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്ന അവരൊരു പെണ്ണാണ്, അവർക്കത് ഇത് ചെയ്യാൻ പറ്റി. പക്ഷെ ഇവരിങ്ങനെയാണ്, ഇവരിങ്ങനെ ചെയ്യേണ്ടവരാണെന്നുള്ളൊരു പൊതുബോധത്തിന് മഞ്ജുക്കുട്ട നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നിങ്ങളിപ്പോൾ കോൺഗ്രസിനെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ പൾസ് അറിയാം. ഓക്കെ, പറഞ്ഞിരുന്നു എന്നോട് ഒരു ജനാധിപത്യ സംവിധാനമാണ് അതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. CPM-നകത്ത് നിങ്ങൾക്ക് വേറെ അഭിപ്രായമാണ്, BJP-യോട് നമുക്ക് വേറെ അഭിപ്രായമാണ്. നിങ്ങളുടെ ജനാധിപത്യ രീതിയുള്ള ഈ കോൺഗ്രസിനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആദിവാസി സമൂഹത്തിൽ നിന്നും ഇപ്പം വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നുള്ളൂ. അതായത് എനിക്ക് തോന്നുന്നു 70 വർഷം വേണ്ടി വന്ന ഒരു കളക്ടർ ഉണ്ടാവാൻ ആദിവാസി വിഭാഗത്തിൽ നിന്ന്. ശ്രീധന്യ അങ്ങനെ ഒരുപാട് മന്ത്രി ജയലക്ഷ്മി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മന്ത്രി ഉണ്ടായത്. അപ്പം നിലവിൽ അധികാരമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെല്ലാം മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതായത് അധികാരം ആദിവാസികളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ ഈ സിസ്റ്റത്തിനൊക്കെ മാറ്റം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അധികാരം ആദിവാസികളിലേക്ക് എത്തുക മാത്രമല്ല, ആ എത്തിയ ആൾക്ക്, അതായത് ഇപ്പോൾ ശ്രീധന്യ കളക്ടറാക്കി, ശ്രീധന്യയ്ക്ക് തൻ്റെ സമൂഹത്തോട് ബാധ്യത, അതായത് തൻ്റെ സമൂഹം രക്ഷപ്പെടണമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ മാത്രമേ ശ്രീധന്യയെ കൊണ്ട് തൻ്റെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ MLA-മാരും MP-മാരും ഒക്കെ ഉണ്ടാകും. ഓരോ കമ്മ്യൂണിറ്റിക്ക് ഓരോ MLA. ഇപ്പം നായേഴ്സിന് ഇത്ര, SNDP-ക്ക് ഇത്ര, മുസ്ലിംസിന് ഇത്ര. അവരൊക്കെ ആവുമ്പോഴും അവരുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അവർ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനും കൂടുതൽ ദാരിദ്ര്യം ഇല്ലാതാക്കാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ആദിവാസി വിഭാഗത്തിൽ നിന്നും ആളുകൾ ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് അധികാര കേന്ദ്രങ്ങളിലേക്ക് ആദിവാസികൾ വരണം എന്നുള്ളതാണ് കൂടുതൽ. പ്രത്യേകിച്ച് പൊളിറ്റിക്സിൽ എന്തുകൊണ്ടാണ് ആദിവാസികൾ മാറിയിരിക്കുന്നത്? പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഉറപ്പായിട്ടും പൊളിറ്റിക്സിലേക്ക് ആളുകൾ വരണം എന്നുള്ളതാണ്. ഫൈറ്റ് ചെയ്യേണ്ടി വരും.
കാരണം ഈ സിസ്റ്റത്തോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ ഫൈറ്റിംഗ് ഒന്നും ആയിരിക്കത്തില്ല, വലിയ ഫൈറ്റിംഗ് ആയിരിക്കും. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു ഫൈറ്റ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതായത് 100% നമ്മൾ ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 50% ചെയ്ത വാല്യൂ കിട്ടത്തുള്ളൂ. വേറൊരു കമ്മ്യൂണിറ്റി 50 ചെയ്താൽ മതി, അവർക്ക് 100% ചെയ്തതിൻ്റെ പ്രോഫിറ്റ് കിട്ടും. നമ്മൾ 100 ചെയ്താലും ഇത്രേ ചെയ്തോളൂ എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? അതായത് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് വെച്ച ആൾ ഞാനാണ്. വേറൊരാളും വെച്ചിട്ടില്ല. ഞങ്ങൾ ഏകദേശം 190 പേര് ഭാരവാഹികളുണ്ടായിരുന്നു. ആ ഭാരവാഹികൾ ഒരേ ഒരാൾ മാത്രമാണ് ഞാൻ റിപ്പോർട്ട് വെച്ചത്. പിന്നെ ചാർജുള്ള മണ്ഡലങ്ങളിൽ പോയത് ഞാൻ മാത്രമാണ്. ഈ എറണാകുളത്ത് നടന്ന ബൈ ഇലക്ഷനിൽ 50 ദിവസമാണ് ഞാനിവിടെ സ്റ്റേ ചെയ്ത് ജോലി ചെയ്തത്, തൃക്കാക്കര ജോലി ചെയ്തത്. അപ്പം ഇനി എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചോദിക്കും, ഇപ്പോഴും ഈ പാർട്ടി തന്നെ ആണോ എന്നൊക്കെ ചോദിക്കും, നമുക്ക് പോസ്റ്റുകളില്ലെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പം അത്തരത്തിലുള്ള അവഗണന നമ്മുടെ പാർട്ടിക്കകത്ത് ഞാൻ നേരിടുന്നുണ്ട്. ഞാനല്ല, എല്ലാവരും നേരിടുന്നുണ്ട്. അതായത് ഇത്രയും വലിയ സൗഭാഗ്യങ്ങളുള്ള കൊടിക്കുന്നിൽ സുരേഷ് പോലും നേരിടുന്നുണ്ട്. അപ്പൊ എന്റെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, അതിലേക്കാണ് ഞാൻ പറഞ്ഞത്. റീസെന്റ് ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി ബൈ ഇലക്ഷൻ വന്നപ്പോൾ, പാലക്കാട് ബൈ ഇലക്ഷൻ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ച് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും ആരുടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നതുകൊണ്ടാണ് സീറ്റ് കിട്ടിയതെന്നും. കാരണം ഒരു ചാനൽ ചർച്ചകളിൽ ഒരു മുഖമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതെങ്ങനെയാണ് ചാനൽ ചർച്ചകളിൽ വരുന്നവരാണ് നേതാക്കന്മാരും? എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമുക്ക് വേണമല്ലോ. ഒരു ഭാഗത്തുനിന്ന് ഇപ്പം ബൂത്തുകളിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ലല്ലോ, എല്ലാ ഭാഗത്തു നിന്നും. ഇപ്പം സിനിമാ രംഗത്തേക്കുന്ന ജഗദീഷ് മത്സരിച്ചിട്ടില്ലേ, പിഷാരടി കേസ് അവസരം കൊടുത്ത പിഷാരടി മത്സരം. അപ്പം എല്ലാ മേഖലയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയത്തിൽ വേണം. അതാണ്. അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു വന്നൊരു സാധനമുണ്ട്. നിലമ്പൂർ ഇലക്ഷന് പോയിട്ട് നിങ്ങൾ കണ്ട കാര്യം, ആ ഗുഹയിലുള്ള ആളുകളെ കുറിച്ചിട്ട്. അപ്പം അവിടെ മഞ്ജുക്കുട്ടൻ ചെന്നിട്ട് എന്തായിരുന്നു എനിക്കല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം? എനിക്ക് ആ കാഴ്ചയൊന്നും എൻ്റെ കണ്ണിൽ നിന്ന് എനിക്ക് അതിനുശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല, സത്യം പറയാമല്ലോ. ഞാൻ ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ഇലക്ഷന് ശേഷം അവർ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് കുട്ടികൾക്ക് രാത്രി കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്, ഇരുട്ടത്താണ് കിടന്ന് ഉറങ്ങുന്നത്. രാത്രി കുഞ്ഞുങ്ങളെയൊക്കെ കാട്ടുമൃഗങ്ങൾ വന്ന് എടുത്തുകൊണ്ട് പോയാൽ അറിയത്തുപോലും ഇല്ല. എന്ന് വെച്ചാൽ നീല ടാർപ്പ, ആകെ ഗവൺമെൻറ് കൊടുക്കുന്നത് നീല ടാർപ്പയാണ് ഇവർക്ക്. മഴക്കാലം ആകുമ്പോഴത്തേക്കും മേള് സെറ്റ് ചെയ്യാം. അതായത് ഈ വനംവകുപ്പ് ഞാൻ ഈ കഴിഞ്ഞിട്ട് ഒരു ടാർപ്പായ്ക്കുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഞങ്ങൾക്കൊരു സോളാർ ലൈറ്റ് എങ്ങനെങ്കിലും മേടിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞങ്ങളോട്. അപ്പം അന്ന് തൊട്ടേ അതാണ് ചിന്ത, നമുക്ക് എങ്ങനെയെങ്കിലും ഒരിക്കൽ പോയി, നമ്മൾ സാമ്പത്തികമായി വലിയ ആളൊന്നും അല്ല എങ്കിൽ പോലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ഒരു സോളാർ ലൈറ്റ് ആ 2-3 കുടുംബങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്. അത് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ പോകും. അല്ല, ഞാനത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എടുത്തു ചോദിക്കാനുള്ളൊരു കാരണം, നിങ്ങൾ അടിസ്ഥാനപരമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാലും ഇന്നത്തെ കാലത്ത് ഒരു ഓളം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ. പിന്നെ അങ്ങനെയാണല്ലോ. മഞ്ജുക്കുട്ടൻ ആരാ മഞ്ജുക്കുട്ടൻ? മഞ്ജുക്കുട്ടനെ ചോദിച്ചു ഞങ്ങൾക്ക് ബൈ ഇലക്ഷന് നിങ്ങൾ പ്രവർത്തിച്ച മണ്ഡലങ്ങളിൽ പോകാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാവാം നിങ്ങളൊരു മുഖമായി വരാതിരുന്നത്? എനിക്ക് സ്പോൺസർമാരില്ലാത്തതുകൊണ്ടായിരിക്കാം. ഇതിനൊക്കെ സ്പോൺസേഴ്സും ഉണ്ടോ നിങ്ങളുടെ? ഇഷ്ടം പോലെ. എൻ്റെ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും സ്പോൺസർമാരുണ്ടല്ലോ. സാമ്പത്തികം എന്ന് പറയുന്നത് വലിയൊരു ഘടകമല്ലേ. നമ്മളിടുന്ന ഡ്രസ്സിന്, ഒരു ഷർട്ടിനും നമ്മളിടുന്ന മുണ്ടിനും 60 രൂപ കൊടുക്കണം. അലക്കുകൂലി എന്ന് പറയുന്ന സാധനം. ഒരു ദിവസം 60 രൂപ ചിലവാക്കാൻ പറ്റുന്നവരാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പാൻറ്റും ഷർട്ടും ഇടുന്നത്. ഓക്കെ, ഇത് ഈ പറഞ്ഞ ചോലനായ്ക്കപ്പെട്ടവരാണ്. അതെ അതെ. ഒരു സ്ഥാനാർത്ഥികളും അവരെ അന്വേഷിച്ച് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഒരു ന്യൂസ് രാവിലെ ഞാൻ വായിക്കുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ അടുത്തൊരു പോസ്റ്റ് ഇട്ടാലോ എന്ന് ഇങ്ങനെ പലവട്ടം ഞാൻ ആലോചിച്ചു. അതായത് അവർ വോട്ട് ചെയ്യാൻ വരുവാണ്. കുറച്ച് മുന്നേ പറഞ്ഞ 1-2 കാര്യം കണക്ട് ചെയ്താ പറയുന്നത്. അവർ വോട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ അവകാശമാണെന്ന് അവർക്ക് തിരിച്ചറിയാം. അതെ, അവർ കൃത്യമായി ഒന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ട് ചെയ്യാൻ വന്നു. എന്നിട്ട് അവർ പറഞ്ഞെന്താ, ഞങ്ങളെ കാണാൻ ആരും വന്നില്ല, വോട്ട് ചോദിക്കാൻ പോലും ചെന്നില്ല. അതായത് അവിടെ ഒരു മനുഷ്യരായിട്ട് പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് വോട്ടുള്ള മനുഷ്യന്മാരോട് എന്താണെങ്കിലും വോട്ട് ചോദിക്കണം. അപ്പൊ ഇവരെ ആരും വോട്ടുള്ള ഒരു മനുഷ്യന്മാരായിട്ട് മൃഗങ്ങളാണോ? അവിടുത്തെ ആദിവാസി ഊരുകളിൽ ആകെ വോട്ട് ചോദിച്ചു പോയത് ഷൗക്കത്ത് മാത്രം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോയിട്ടില്ല.
ഞാൻ നിങ്ങളെ ഇരുത്തി പറഞ്ഞതാണ്. പറയട്ടെ, ഞാൻ പറയാം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോയിട്ടില്ല, BJP സ്ഥാനാർത്ഥി പോയിട്ടില്ല, SDPI സ്ഥാനാർത്ഥി പോയിട്ടില്ല, ഒരാളും ആദിവാസി ഊരുകളിൽ വോട്ട് ചോദിച്ചു പോയിട്ടില്ല. ആകെ പോയത് ഷൗക്കത്ത് മാത്രം നേരിട്ട് പോയിട്ടുള്ളത്. അത് ശരി, നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾ പോയി. അതാണ് ചോദിച്ചത്, നിങ്ങൾ ഷൗക്കത്ത് പോയെങ്കിൽ ആരെയാണ് ഷൗക്കത്ത് പോയി, പിന്നെ എങ്ങനെയാണ് ഇവര് പറയുന്നത് ഞങ്ങളെ കാണാൻ ഒരാൾ? അതാ ഞാൻ പറഞ്ഞു പറ്റേ. അതായത് അവിടെ ഒരു ഊരല്ല ഉള്ള, ഒരുപാട് ഊരുകളുണ്ട്, ഉൾക്കാട്ടി താമസിക്കുന്നവരുണ്ട്. ചിലപ്പം ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അയാളൊരു മനുഷ്യത്വം ഉള്ളവനാണ്, അതെനിക്ക് ഉറപ്പാണ്. അയാളുടെ അച്ഛൻ്റെ കാലത്താണ് അവിടുത്തെ ആദിവാസി ഊരുകളിലെല്ലാം ലൈറ്റ് എത്തിക്കുന്നത്. അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉറപ്പായിട്ടും അത് അയാൾ പരിഗണിക്കും എന്നുള്ളത് എനിക്ക് നല്ല വ്യക്തിത്വമുണ്ട്. ഞാൻ വേറൊരാളെ കുറിച്ച് അങ്ങനെ പറയത്തില്ല. ഇത് മഞ്ജുക്കുട്ടൻ അവിടെ ഇലക്ഷന് പോയി നിന്നു, ട്രൈബ്സ് ഊരിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇപ്പൊ പെട്ടെന്ന് എന്റെ ഗാലറി കിടന്ന ഈ ഒരു പെയിൻ ആയിട്ടുള്ള ഒരു സാധനം. കാരണം നമ്മള് അവിടുത്തെ, നിങ്ങൾ അവിടെ വോട്ട് ചോദിക്കാത്ത അവിടുത്തെ പുല്ലിനോടും പുൽക്കൊടിയോടും മൃഗങ്ങളോടും മാത്രമായിരിക്കും. ആ കൂട്ടത്തിലാണ് നിങ്ങൾ ആ മനുഷ്യന്മാരെയും കണ്ടത്. അതെങ്ങനെ നിങ്ങൾക്കൊക്കെ സാധിക്കുന്നു? നമ്മൾ എത്ര ആണെന്ന് തിരക്കുണ്ടാവും. തിരക്കാണെങ്കിലും ഞാൻ ചോദിക്കുന്നേ, VV പ്രകാശിന്റെ വീട്ടിൽ പോയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാതെ VV പ്രകാശിന്റെ വോട്ട് നിങ്ങളുടെ വോട്ടാണ്, പരമ്പരാഗത വോട്ട് എന്ന് പറയുന്ന കോൺഗ്രസിന് കിട്ടുന്ന വോട്ടാണെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട് അതും എന്താ പറയാ സിനിമാറ്റിക് ഫ്രെയിമാണ് ഫോട്ടോകൾ വന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? വോട്ട് ചെയ്യാൻ വന്നത് അച്ഛാ ജയിച്ചു വിട്ടോ എന്ന് പറയുന്നത് അറിയാം. ഇത് നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കാൻ ശേഷിയുള്ളത് നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു ആ വ്യക്തിയെ അപമാനപ്പെടുത്തി പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലാവുന്നുണ്ടോ? അതെടുത്ത് ഫോട്ടോ എടുത്ത് ഇപ്പം ഞാൻ പറയാം, നമ്മുടെ തൃക്കാക്കരയിൽ ഉമ്മ ചേച്ചി ഇലക്ഷൻ നിന്നപ്പോൾ, ഉമാ തോമസ് MLA ഇലക്ഷൻ നിന്നപ്പം മഹാരാജ് കോളേജിൽ പോയിട്ട് ഒരു തൂണെ ചാരി നിന്നതിൻ്റെ ഫോട്ടോ വന്നിട്ട് ഒരുപാട് ട്രോൾസ് മേടിച്ചു. അതായത് അവരെ സംബന്ധിച്ച് ഭർത്താവ് മരിച്ച് കുറച്ച് നാളായ ഒരു സ്ത്രീ അവരുടെ പ്രണയം പങ്കിട്ട കലാലയത്തിൽ ചെന്നപ്പോൾ ഒരു നിമിഷം അങ്ങനെ നിന്നപ്പോൾ അത് ഫ്രെയിം ആക്കി, അതൊരു ഫോട്ടോഗ്രാഫറിന്റെ കഴിവ്, അത് ട്രോൾ ഏറ്റുവാങ്ങി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അതായത് ഇതെല്ലാം അൾട്ടിമേറ്റ് നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പബ്ലിസിറ്റി. അവിടെ പോയപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, അവിടെ യുവജന സംഘടനകളൊന്നും ഇല്ലയോ എന്നുള്ളത് ഞാനും കൂടെ ചിന്തിക്കുക. അതായത് ഞാൻ പ്രതികരിക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനകളായാലും ഇടതുപക്ഷത്തിൻ്റെ ആയാലും ആരും ഇല്ലയോ എന്ന് ഞാനും ചിന്തിച്ചു. കാരണം ഇവർക്ക് ആഹാരം കിട്ടുന്നില്ല, വസ്ത്രം കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു യുവജന സംഘടന അവിടെ ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല, ഇതെല്ലാം കൃത്യമായി അവിടെ ചെല്ലും. അതുപോലും കിട്ടുന്നില്ല എങ്കിൽ ഇവിടുത്തെ യുവജന സംഘടനകൾ പരാജയമാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. മനസ്സിലായില്ലേ? അതിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒരാളെ അടുത്ത് കിട്ടിയപ്പോ എനിക്ക് കുറെ സംശയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും എനിക്ക് ആ പെയിൻ എങ്ങനെ നിങ്ങളോട് പറയേണ്ടത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു, ആ കഥ എന്നോട് ഷെയർ ചെയ്തപ്പോ എന്റെ മനസ്സിലുണ്ടാക്കിയ ഒരു പെയിൻ ഉണ്ട്. അതെനിക്ക് ഞാൻ എത്ര ദിവസം എടുക്കും എന്നറിയാമോ ഒന്ന് മാറണേ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും നിങ്ങൾ പറഞ്ഞാൽ ഒന്നും. പക്ഷെ അത് കേൾക്കുമ്പോൾ ഇപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, എന്റെ ക്യാമറമാർക്ക് ഉൾപ്പെടെ ആ കുട്ടികളെ 7 എണ്ണം എന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര മൈൻഡ് സെറ്റാണ് ഞങ്ങൾക്ക്. ഇതിന് 2 കാര്യങ്ങളാണ് പുറത്ത് പറയുന്നത്. എന്തിനാ 7 എണ്ണത്തിന് പെറ്റേന്ന് ചോദിക്കും. അതാണ് പ്രധാന ചോദ്യം. എന്തിനാ 7 എണ്ണത്തിന് പെറ്റ? സർക്കാർ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിനെയൊക്കെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കോപ്പർട്ടി ഇടിയിക്കണം. അതായത് അവരുടെ ലൈംഗികത തീരുമാനിക്കുന്ന ആരാണ്? പൊതുസമൂഹമാണ് ലൈംഗികത തീരുമാനം. നിങ്ങൾ ഇത്ര പറഞ്ഞ ഇത്ര ചെയ്യണം എന്നുള്ള ഓക്കെ ജനസംഖ്യ ഒരു വശത്തുണ്ട്. ആ ജനങ്ങളെ ജനസംഖ്യ നിയന്ത്രിക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, നിയന്ത്രിക്കണം. ഞാൻ പറഞ്ഞ അതേ സമയം അത് അട്ടപ്പാടി ആദിവാസികൾ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വംശഹത്യ നടക്കുന്നത്. അതിനെ നമ്മൾ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ മരിക്കും. ആ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് എന്തുകൊണ്ടാണ്? സർക്കാരിന്റെ പോരായ്മയല്ലേ അത്? കുട്ടികൾക്ക് ജനിക്കുന്നതിന് മുമ്പ് കൊടുക്കേണ്ട പ്രാഥമിക പോഷകാഹാരങ്ങൾ കൊടുക്കാത്തതിന്റെ ഫലമായിട്ടാണ്. അത് സത്യത്തിൽ ഒരു വംശഹത്യയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദിവാസി വിഭാഗത്തിന്റെ. അതെ, അട്ടപ്പാടി അട്ടപ്പാടി അല്ല, കേരളത്തിലെല്ലാ ആദിവാസി ഊരുകളിലും നടക്കുന്നുണ്ടല്ലോ. പോഷകാഹാര മൂലം എത്രയോ കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്, ആരും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ടാ. ഇപ്പൊ ഗുഹയ്ക്കകത്ത് കാണുന്ന അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് പോലും നമ്മൾ ആരെങ്കിലും വാർത്ത വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. എത്രയോ അടുത്ത് നടക്കുന്നുണ്ട്, ഒന്നും വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന പൊതുസമൂഹത്തിന് അതൊരു വാർത്തയല്ല. ഇപ്പം മഞ്ജുക്കുട്ടൻ പൊളിറ്റിക്സിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ രക്ഷപ്പെടണ്ട, അതൊരു വാർത്തയല്ല പൊതുസമൂഹത്തിന്. അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായി ഞാൻ മുമ്പേ പറഞ്ഞത് ജാതി ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ വീടിൻ്റെ തൊട്ടയിലത്ത് ഞങ്ങളൊരു 6 വീട് SC/ST വീടുകളാണ്. ആ ഒരു വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഒരു 2 വയസ്സിന് ഇളയതാണ്. പുള്ളിക്ക് ഒരു മാസം മുമ്പ് ക്യാൻസർ, തൊണ്ടയ്ക്കകത്ത് ക്യാൻസർ. ചികിത്സിക്കാൻ പോകാൻ പണമില്ല. SC കുടുംബമാണ്. അപ്പം അവനറിയാം അവൻ മരണത്തിനോട് അടുത്തിരിക്കുക. എൻ്റെ കൂടെ കളിച്ചു വളർന്നൊരു കൂട്ടുകാരനാണ്.
അപ്പം അവനറിയാം അവൻ മരണത്തിനോട് അടുത്തിരിക്കുക. അവൻ വീടിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ വീട് കിഴക്കോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും. എന്നുവെച്ചാൽ അവന് നിസ്സഹായം, അവന് ഹോസ്പിറ്റലിൽ പോകാൻ വയ്യ, പൈസ ഇല്ല, അത് കരിച്ചു കളയാൻ അതിനുള്ള സാമ്പത്തികം ഇല്ല, ഒന്നുമില്ലാതെ അവനറിയാം അവൻ മരണത്തിലേക്ക് പോയി. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കി. ഏത് സമയം അവനെ മരണം വന്നെടുത്തോണ്ട് പോവാം, അതും പ്രതീക്ഷിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ കാത്തിരിക്കുക. അത് ശരിക്കും ഞാൻ എല്ലാ ദിവസവും ഇവനെ കണ്ടിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അവനിങ്ങനെ കുത്തിയിരിക്കും ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ. എന്തുകൊണ്ടാണ്? പൈസ എന്ന് പറയുന്ന, സാമ്പത്തികം എന്ന് പറയുന്ന വലിയൊരു സാധനം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവനങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. ഇവിടെ സർക്കാർ ഹോസ്പിറ്റലുകളുണ്ടെന്നൊക്കെ വേണമെങ്കിൽ കമൻറ്റ് വരാം. സർക്കാർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. സ്കാൻ ചെയ്യാനേ പുറത്തേക്ക് എഴുതി കൊടുക്കും, എക്സ്റേ എടുക്കുന്നതിന് പുറത്തേക്ക് എഴുതി കൊടുക്കും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് പോലും പുറത്തേക്ക് എഴുതി കൊടുക്കും. ഏത് സർക്കാർ ഹോസ്പിറ്റലിലാണ് ഇതിനുള്ള സംവിധാനങ്ങളുള്ളത്? ഒന്നുമില്ല. ഇപ്പം ക്യാൻസറിൻ്റെ പല ഗുളികകളും നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കേണ്ടത്. ഒരാൾ ഒരു ക്യാൻസർ രോഗം പൈസ ഉള്ളവൻ്റെ വീട്ടിൽ, അതായത് സാമ്പത്തിക ഭദ്രതയുള്ള ഒരുത്തൻ്റെ വീട്ടിൽ ക്യാൻസർ രോഗം വന്നാൽ ആ കുടുംബം തകർന്നു എന്നാണ് അതിനർത്ഥം. എന്നുവെച്ചാൽ അയാളെ ജീവിപ്പിക്കാൻ വേണ്ടി മാക്സിമം അവരുടെ എല്ലാം വിറ്റ് പെറുക്കി അവർ ചികിത്സിപ്പിക്കും. പക്ഷെ പൈസ ഇല്ലാത്തവൻ്റെ വീട്ടിൽ അത് വന്നാലോ? ആ അവസ്ഥ ഞാൻ 2-3 ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സെയിം അവസ്ഥയാണ് കേരളത്തിലെ എല്ലാ ആദിവാസി ദളിത് വിഭാഗങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം മാറണമെങ്കിൽ എന്തുണ്ടാവണം? ഈ സമൂഹങ്ങളിൽ നിന്നും അവരുടെ സമൂഹം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അധികാരത്തിലേക്ക് വരണം. അപ്പോൾ എങ്ങനെ ഈ KPCC പുനഃസംഘടനയിൽ മഞ്ജുകുട്ടന് പ്രതീക്ഷയുണ്ടോ? പാർട്ടി പരിഗണിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം പരിഗണിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ഭാഗത്തുനിന്നൊന്നും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഇതിന് തെറ്റും കുറ്റവും ശിക്ഷയൊക്കെ ഉണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമില്ലേ, അതായത് 100% ജോലി ചെയ്താലും 50% ജോലി ചെയ്തു എന്ന് മറ്റുള്ളവർ. പിന്നെ എനിക്ക് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2-3 നേതാക്കന്മാരിലൊന്നും ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു. സാറ് മരണപ്പെട്ടു. നമുക്ക് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ദുഃഖം ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് പറയാൻ പറ്റുന്ന ഒരാൾ സാറായിരുന്നു. ഭാരത് ജോഡോ യാത്ര, ഞാൻ ഭാരത് ജോഡോ യാത്രയിൽ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടന്നിട്ടുണ്ട്. എന്നിട്ടും താങ്കൾക്കൊരു മണിയടിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. ഞാൻ കോമഡി ആയിട്ടാണ് പറയുന്നത്, പക്ഷെ ഇതിൽ നല്ല സീരിയസ്നെസ് ഉണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ കൂടെ കന്യാകുമാരി തൊട്ട് അങ്ങ് കാശ്മീർ വരെ 6 മാസം വീട്ടിൽ നിന്ന് മാറി നിന്നു. ഇങ്ങനെ മാറി നിന്ന് കൈമണി അടിക്കാൻ പറ്റുന്ന ഒരാൾക്ക് 3 ബൈ ഇലക്ഷൻ ഇതിലേക്ക് കടന്നു പോയി. ഒരു സീറ്റ് പോലും ചോദിക്കാൻ പറ്റിയിട്ടില്ലല്ലേ? സീറ്റൊക്കെ വരുമായിരിക്കും, എനിക്കറിയത്തില്ല. അല്ല, ഞാൻ ചോദിക്കുക ചെയ്തത് നമ്മളൊരു പ്രശ്നമുണ്ട്. ഇതെന്താന്നറിയോ? പ്രസ്ഥാനം ചങ്കിലേറ്റിയതിന്റെ പ്രശ്നമാണോ? അല്ല, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ജനറൽ സീറ്റുകളിൽ പരിഗണിക്കാൻ അതൊക്കെ ഒന്ന് മാറണ്ടേ? എല്ലാ പാർട്ടിയിലും ഇതൊക്കെ ഒന്ന് മാറണ്ടേ? മാറ്റം നമ്മുടെ സമൂഹത്തിനാണ് വരേണ്ടത്. അതെ, ഓക്കെ. ആദ്യം നിങ്ങളൊന്ന് നിർത്തി നോക്ക്, കോൺഗ്രസ് ഒന്ന് നിർത്തി നോക്ക്. ഞാൻ പറയണത് മാറ്റം നമ്മൾ ആദ്യം പറയും മാറ്റം ആദ്യം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരണം എന്നാ പറയുന്നത്, അല്ലേ? പിന്നീട് ആ കുടുംബം തൊട്ടടുത്തുള്ള ആ സറൗണ്ടിങ്സ്, പിന്നെ അത് ആ പഞ്ചായത്ത്, പിന്നെ അത് അങ്ങനെയാണ് സൊസൈറ്റീനെ മാറ്റാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ മാറ്റം കൊണ്ടുവരാം. നിങ്ങൾ ട്രൈ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ വരുമ്പോൾ നോക്കാമല്ലോ. ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ശരിയാണ്, പറഞ്ഞത് ഒരു ഫാക്റ്റാണ്. അത് എത്രത്തോളം അല്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ജനറൽ സീറ്റിൽ, അതായത് ഇവിടെ നമ്മൾക്ക് 140 മണ്ഡലത്തില് 16 മണ്ഡലം സംവരണം, അവിടെ അവർ തന്നെ നിന്ന്, അതായത് ഈ 16 പേരും കാമ്പുള്ളവരാണെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ളവരായിട്ട് ടൈ ചെയ്ത് നിൽക്കാം. പക്ഷെ ഈ 14 പേരും എനിക്ക് മനസ്സിലായത്തോളം രാഷ്ട്രീയ വിധേയത്തിലാണ് പെരുമാറുന്നത്. രാഷ്ട്രീയ വിധേയത്വമാണ്. കാരണം എനിക്ക് സീറ്റ് തന്നു, എനിക്ക് മാത്രം എന്തോ തന്നു, എനിക്ക് തന്നു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പൊ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് 16 സീറ്റിൽ കോൺഗ്രസിന്റെ മാത്രം കാര്യം പറയാം, ഞാൻ വേറൊരു പാർട്ടിയുടെ കാര്യം പറയുന്നില്ല. 16 സീറ്റിൽ വളരെ 2-3 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് ജയിക്കുന്നത്. ബാക്കി മൊത്തം എതിരില്ലാതെ CPM ജയിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ നേതാക്കന്മാരുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആ സീറ്റ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തത് എന്നുള്ളത്. അപ്പം ഞാൻ ചുമ്മാതെ അതിനൊരു പഠനം നടത്തി നോക്കിയപ്പം നേതാക്കളുടെ പുറകെ നടക്കുന്നവർക്കും അവരുടെ സിംബന്ധിയായിട്ട് നടക്കുന്നവർക്കും അവരുടെ അടിമകളായിട്ട് പ്രവർത്തിക്കുന്നവർക്കുമാണ് സീറ്റുകൾ മൊത്തം കൊടുക്കാറുള്ളത്. ഇതിനകത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല മിടുക്കന്മാരായ കോൺഗ്രസ്സുകാർ, KSUക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഏതാണെന്ന് തിരിച്ചു ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ വേണ്ട. പകരം
നേതാക്കൾ പറയുന്നത് കേട്ട് അവരുടെ ആജ്ഞയ്ക്ക് അനുസരിച്ച് നിൽക്കുന്നവർക്കാണ് സീറ്റ് കൊടുക്കാറ്. അതുകൊണ്ടാണ് ഈ 16 സീറ്റിൽ 1-2 സീറ്റ് നമ്മൾ ജയിക്കുന്നത്, ബാക്കിയെല്ലാം തോറ്റു. എനിക്കിപ്പോൾ ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ചെങ്ങറ സമരത്തിൽ എൻ്റെ ലാഹ ഗോപാൽ, എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് വളരെ പണ്ട് എൻ്റെ ചെറുതിലെ ഞാൻ കണ്ടതാണ്. അന്ന് ലാഹ സർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, എൻ്റെ തോന്നൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ലാഹ സാറാണ്. അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിക്കും, ഈ രാഷ്ട്രീയക്കാർ തമ്മിലൊരു വ്യത്യാസം പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചത്. എൻ്റെ വളരെ ചെറുതിലെ കേട്ടതാണ്. CPM അതായത് മറ്റേ പാർട്ടിയാണെങ്കിൽ അവർ തോളത്ത് കഴിച്ചിട്ട് എടാ ചായ കുടിച്ചോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ വിടും. അതായത് നമ്മളെ ഉപകാരപ്പെടുത്താൻ വേണ്ടി പണിയെടുപ്പിക്കും. നിങ്ങൾ ഞങ്ങളുടെ ഒപ്പമാണോ കേട്ടോ, നിങ്ങൾക്ക് ഒരു കുറവുമില്ല, നിനക്ക് എന്താവശ്യം ഉണ്ടല്ലോ എന്നെ വിളിക്കാം, നിന്റെ കുടുംബക്കാർക്ക് എന്തെങ്കിലും ആവശ്യം എന്നെ വിളിക്കാം, നിന്റെ പഞ്ചായത്തിൽ ആവശ്യമുണ്ടോ എന്നെ വിളിക്കാം. അതായത് അങ്ങനെ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ നേതാവ് ഉണ്ടെന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കും. കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് ഒരു 10 രൂപ ഒക്കെ പോക്കറ്റിൽ വെച്ച് തന്നിട്ട് സാറേ ഓക്കെ ആണോ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞൊരു ഇതിൻ്റെ ഒരു എന്തോ വളരെ പണ്ട് ഓർമ്മയാണ്, പക്ഷെ ഇതാണ് എൻ്റെ ഒരു കോറ്. എല്ലാ കാലത്തും ഈ ദളിത് ആളുകളെ ജാഥയുടെ നീളം കൂട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനും അതിനൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട്. അതെ, എന്നാടാന്ന് ചോദിച്ചാൽ ആരാടാന്ന് ചോദിക്കുന്നവന്മാരെ വേണ്ട പാർട്ടിക്ക് വേണ്ട. അത് വലിയൊരു, പക്ഷേ ഞാൻ മാറ്റം ഉണ്ടാവുന്നുണ്ട് ഇല്ലെന്നല്ല. ഞാൻ മുമ്പേ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ, അതായത് രാഹുൽ ഗാന്ധി വലിയൊരു പ്രതീക്ഷ, അദ്ദേഹം ആ പ്രതീക്ഷയ്ക്കൊത്ത് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അത്തരത്തിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഈ വരുന്ന പുനഃസംഘടനയിൽ ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധി കൃത്യമായി ഇടപെടും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ മുൻകാലങ്ങളിൽ വെച്ചിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, കുറച്ച് മുന്നേ പറഞ്ഞ കുറച്ച് ആളുകൾ നേതാക്കന്മാർ, നമ്മൾ ആദ്യം പറഞ്ഞപ്പം എന്നോട് കുറച്ച് നേതാക്കളുടെ കാര്യം പറഞ്ഞു. അതായത് 2 കാര്യത്തിലാണ് ഞാൻ ഇതിനെ വീക്ഷിക്കുന്നത്. അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രീതിയിൽ അതായത് പറഞ്ഞ പോലെ നിങ്ങളുടെ നേതാവിനെ നിങ്ങൾക്ക് ചീത്ത വിളിക്കണം, നേതാവിനെ ചീത്ത വിളിക്കാം, അവനൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. കൂടി വന്നാൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു 10-15 ദിവസം അവനെ പരിഗണിക്കാതിരിക്കുമായിരിക്കും. എന്നാലും അവൻ പറയുന്നതിൽ കഴമ്പുണ്ടെങ്കിൽ അവന്റെ കൂടെ പുറകിൽ ഒരു 3-4 പേരെങ്കിലും നിൽക്കും. അതങ്ങനെയാണ് ഒരു സംവിധാനം. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുനഃസംഘടന വരുന്നുണ്ട്, ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കൂടെ 2012 സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്ത ആളാണ്. അന്ന് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിങ്ങിന് എനിക്ക് കൂടെ നടക്കേണ്ടി വന്നു. അന്ന് എന്തോ ഒരു മെയിൻ വിഷയമാണ് ലാസ്റ്റ് ഒരു പർണശാലയുണ്ട് തിരുവനന്തപുരത്ത്. ആ പർണശാലയുടെ LED ലൈറ്റ് വിന്യാസം അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹം നേരെ കോട്ടയത്തിനാണ് പോകുന്നത്. അന്ന് കോട്ടയത്ത് ഗസ്റ്റ് ഹൗസിൽ ഒരു മെയിൻ ചർച്ചയാണ്, എന്തോ ഈ പാർട്ടിക്കിടയിൽ, അതായത് UDF-നകത്ത് തന്നെ കുറേ ഉൾപോരിൻ്റെ ഒരു ചർച്ചയിലാണ് അദ്ദേഹം പോകുന്നത്. അനുനയ ചർച്ചയോ സംതിങ് എന്തോ ആണ്. അപ്പം എൻ്റെ ഓർമ്മയിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ഈ അനുനയ ചർച്ചകളല്ല അപ്പം ഇതിനകത്ത് വരില്ലേ? ഈ അനുനയത്തിൽ എപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വാക്ക് മുന്നിട്ട് നിൽക്കുമോ ഇല്ലയോ? എനിക്ക് ഒറ്റ ഉത്തരം അറിഞ്ഞാൽ മതി. എന്താണെങ്കിലും ഒരു പൊട്ടിത്തെറിയുണ്ട്, രാഹുൽ ഗാന്ധി ഇടപെടും, ഇതിനകത്ത് ഒരു പ്രശ്നവും ഉണ്ടാവും. ഇനി ഇപ്പം തന്നെ നമുക്കറിയാം, ഇവിടെ ഞാൻ എൻ്റെ ചെറുതിൽ ഞാൻ അറിയുന്നത് കോൺഗ്രസ് ഇന്ദിരാ കോൺഗ്രസ്, പിന്നെ കോൺഗ്രസ് ആന്റണി കോൺഗ്രസ്, പിന്നെ കേരള കോൺഗ്രസ്, പിന്നെ അവരത് അപ്പുറത്തേക്ക് മാറി. എങ്കിൽ കൂടിയും പിന്നെയും ഉണ്ട് ഘടകകക്ഷികൾ, ഒരുപാട് ഘടകകക്ഷികൾ ഇപ്പോഴും ഉണ്ട്. ഇവർക്കെല്ലാം ആവശ്യങ്ങളും ഉണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം മുൻനിർത്തി രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ആയിരിക്കാം അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഉപരിവിപ്ലവം എന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഉപരിവിപ്ലവം, അതായത് ജാതി സെൻസസ് വേണമെന്ന് വളരെ ശക്തമായി അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി മാത്രമല്ല KC വേണുഗോപാലും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഈ ജാതി സെൻസസിനെ കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത് ചർച്ച ചെയ്യാത്തത്? പക്ഷേ ഒരു നേതാവ് ഇത് കൃത്യമായി സംസാരിക്കുന്നുണ്ട്, KC വേണുഗോപാൽ. എല്ലാ പാർട്ടി വേദികളിലും അദ്ദേഹം ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ജാതി സെൻസസ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സാമുദായിക സംഘടന അതായത് വോട്ട് ബാങ്കായ ഒരു സാമുദായിക സംഘടന ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ CPM ഈ കാര്യത്തിൽ മിണ്ടാത്തത്. എല്ലാ കാര്യത്തിലും ഇടപെടുന്ന CPM ജാതി സെൻസസ് ഈ ഒരക്ഷരം മിണ്ടാത്തതും അത് നടപ്പിലാക്കാത്തതും അതുകൊണ്ടാണ്. പിന്നെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കളല്ല, ഭൂരിഭാഗം നേതാക്കളും ഒരക്ഷരം മിണ്ടുന്നില്ല ജാതി സെൻസസിനെ കുറിച്ച്. എന്നാൽ വടക്കേന്ത്യ ചെല്ലുമ്പോൾ ജാതി സെൻസസ് എന്നൊക്കെ ആർത്ത് വിളിക്കും. കേരളത്തിൽ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. പക്ഷേ കേരളത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരേ ഒരു നേതാവ് KC വേണുഗോപാൽ. നമുക്ക് പലപ്പോഴും ഈ ചർച്ചയിൽ ഒരു കാര്യമാണ്, ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ ഒന്ന് വ്യക്തമാക്കി. എനിക്കറിയാം ഓക്കെ എന്താണെന്ന് വെച്ചാൽ, പലരും ജാതി സെൻസസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജാതി തിരിച്ച് നിന്റെ ജാതി ഏതാണെന്ന് ചോദിച്ചെടുക്കുന്ന സെൻസസ് ആണെന്നാണ്. അല്ല, ജാതി സെൻസസ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടൊരു കഥ ഞാൻ പറഞ്ഞുതരാം. രാഹുൽ ഗാന്ധി ഒരിക്കൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നപ്പം എന്തിനാ ജാതി സെൻസസ് എന്നൊരു പത്രക്കാരി ചോദിച്ചപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു മറുപടി അതാ,
നിങ്ങൾ എത്ര പേര് ദളിതരുണ്ടെന്ന് ചോദിച്ച്. അപ്പോൾ ആരുമില്ല. നിങ്ങൾ എത്ര പേരിൽ OBC ഉണ്ട്? ആരുമില്ല. നിങ്ങൾ എത്ര പേര് മുസ്ലിങ്ങളുണ്ട്? അപ്പോൾ 2 പേര് കൈവക്കി. ഇതിനാണ് ജാതി സെൻസസ്. അതായത് തുല്യനീതി, തുല്യ പ്രാതിനിധ്യ നീതി. അതെ അതെ, അതാണ് സംവരണം എന്ന്. അതെ അതെ അതെ. ഈ ജാതി സെൻസസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുക്കേണ്ടി വരും. യെസ്, കറക്റ്റ്. ഇതൊക്കെ കൊടുക്കേണ്ടി, ഇതെനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ടൊന്നും അല്ല നമ്മളിത് മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ, അതായത് പോലീസ് സ്റ്റേഷൻ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, അവിടെയൊക്കെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരും ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ 2-3 കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരാണ്. ന്യൂനപക്ഷങ്ങളിൽ നിന്ന് വളരെ കുറവായിരിക്കും. സർക്കാർ ഓഫീസ് പോകുന്നേ, നിങ്ങൾ ആ ഓഫീസ് വിട്ട് സർക്കാരിലേക്ക് പോകും. എത്ര MLA, എത്ര മന്ത്രിമാര്, എത്ര ജാതി. ഇനിയിപ്പോ അല്ല, എന്താ മന്ത്രിസഭയിലോട്ട് പോണ്ട, അല്ല നമ്മള് പാർട്ടിയിലെടുത്താലും ഞാൻ കോൺഗ്രസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജാതി സെൻസസ് ആദ്യം നടപ്പിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിക്കകത്താ. മനസ്സിലായില്ലേ? അതായത് മുമ്പേ പറഞ്ഞ കണക്ക് പുനഃസംഘടന നടക്കുമ്പോൾ കൃത്യമായി പ്രാതിനിധ്യം കൊടുത്ത് അത് നടത്തി പുള്ളി. ഈ കഴിഞ്ഞ പുനഃസംഘടനയിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നടത്തിയ PC പ്രസിഡന്റുമാരെ മാറ്റി കൂട്ടത്തി അദ്ദേഹം 2 ജനറൽ, 2 SC, 2 മുസ്ലിം, 2 സിഖ്, അങ്ങനെ എല്ലാവർക്കും 2 വീതം തുല്യനീതിയിലാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയിൽ വലിയ പ്രതീക്ഷ എനിക്കുണ്ട്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ 2 പേരും ഇരുന്ന് ജാതി 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 ജാതിയും തന്നെ ഒരു ഏറ്റവും കൂടുതൽ പറഞ്ഞു. ഇവിടെ ഇനി വരുന്ന ഒരു സമൂഹത്തിന് ജാതി ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളാലും പറഞ്ഞു പുതിയ തലമുറയിൽ അല്ല, പുതിയ തലമുറയിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് ജാതി ഇല്ലെന്ന്. പക്ഷേ അവരോടുകൂടി പറയാനുള്ള ഒരു കാര്യം, എനിക്ക് എൻ്റെ അറിവിൽ നിന്ന് ഞാൻ പറയാണ്, 100 പേര് താമസിക്കുന്ന ഒരു സ്ഥലം, 100 പേരിൽ ഒരു ഇപ്പം നമ്മൾ പറയാം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു 50 കുടുംബങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ബാക്കി 50 ഈ പറഞ്ഞ പോലെ SC ST OBC OEC എല്ലാവരും ഇൻക്ലൂഡഡ് ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 50 പേരിൽ ഒരു 45 പേരും ജോലിക്കാരാണെന്ന് വിചാരിക്കുക. ഈ 50 പേരിൽ 10 പേരെ ജോലിക്കാർ കാണുള്ളൂ. അവിടെ നമുക്ക് പ്രാതിനിധ്യം ഇല്ല. ഇവിടെയുള്ള ഈ 45 പേര് പറയുകയാണ് നമുക്കെന്തിനാ ജാതി എന്ന് പറയുകയാണ്. കാരണം ഇവര് ഓൾറെഡി സെറ്റാണ്, ഇവരുടെ 10 തലമുറയും ഓൾറെഡി സെറ്റാണ്. ഈ 10 എത്ര പേര്, അതിൽ എത്ര പേര് രക്ഷപ്പെടണം? ഇതിനെയാണ് നമ്മൾ ജാതി സെൻസസിലൂടെ പൊളിച്ചെഴുതണം എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മൾ സംവരണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെ എപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച പോലെ തന്നെ ജോലി കിട്ടാൻ സാമൂഹ്യപരമായ മുന്നേറ്റമാണ് സംവരണം. അമ്മ ഒട്ടും പഠിച്ചിട്ടില്ലാത്ത ഭർത്താവ് ഉപേക്ഷിച്ചൊരു സ്ത്രീയാണ്. അവർക്ക് സമൂഹത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഇന്നത്തെ കാലത്ത് എന്നല്ല, പണ്ടത്തെ കാലത്ത് അസാധ്യ സ്ട്രഗിളിങ് ആയിരിക്കും. ഇന്നാണ് കുറച്ചെങ്കിലും വിധവകളോടും ഭർത്താവ് ഉപേക്ഷിച്ചവരോടും സ്ത്രീകളോടും ഒരു പരിഗണന കിട്ടുന്നത്. ഒരു കാലഘട്ടത്തിന് പിന്നിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മയോട് ഈ കോൺഗ്രസ്, ഈ നേതാവ്, ഈ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് മഞ്ജുക്കുട്ടൻ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുത്തേ? കാരണം അവർക്ക് എപ്പോഴും എൻ്റെ മകനാണല്ലോ. അതെ, സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പോഴും ഒന്നും അറിയത്തില്ല. ഞാനിപ്പം KSU സംസ്ഥാന സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, ഇതൊക്കെ അമ്മയുടെ അടുത്തെന്ന് ചോദിച്ചാൽ അമ്മ പറയാം അതെന്തുവാന്ന് ചോദിക്കും. അമ്മയ്ക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. പക്ഷേ അമ്മയ്ക്ക് ഒരു കാര്യം അറിയാം, കോൺഗ്രസിൻ്റെ എന്തോ വലിയ നേതാവാണെന്നൊക്കെ അറിയാം. അതിനപ്പുറം അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല, രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു വാക്കും അറിയത്തില്ല. അമ്മ പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് CPI കാരിയാണ്. പക്ഷേ ഞാൻ എന്ന് കോൺഗ്രസ് ആയി അന്ന് മുതൽ അമ്മ ഭയങ്കര കോൺഗ്രസ് സ്നേഹിയാണ്. ഉമ്മൻചാണ്ടിയോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. 80 വയസ്സുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ എനിക്ക് ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്. എന്നേക്കാൾ മൂത്ത മക്കളുള്ളവരാ ചേട്ടനും ചേച്ചി. അപ്പോൾ അമ്മയുടെ പ്രായം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അത്ര പ്രായമുള്ള സ്ത്രീയാണ്. അപ്പം ഇതുവരെ സന്തോഷമൊന്നും അനുഭവിക്കാത്തൊരു അമ്മയാണ് എൻ്റെ അമ്മ. ഭയങ്കര, അതായത് ലോകത്തിലെ ഏറ്റവും ധീരയായ വനിത ആരാന്ന് ചോദിച്ചാൽ 2 പേരുടെ പേര് ഞാൻ പറയും. ഒന്ന് എൻ്റെ അമ്മയുടെ പേരും ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ പേരും. എനിക്ക് ഭയങ്കര ആരാധനയായി ഇന്ദിരാഗാന്ധിയോട്. അപ്പം അത്ര സ്ട്രഗിൾ ചെയ്തിട്ട് ഞങ്ങളെയൊക്കെ വളർത്തിയ ഒരാളാണ് എൻ്റെ അമ്മ. പിന്നെ ഇപ്പോഴും ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. 80 വയസ്സിലും ഇപ്പോഴും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഞങ്ങൾ പള്ളു പറയാറുണ്ട്. അപ്പം പക്ഷേ എന്നാലും ഞാൻ ഈ പള്ളു പറയുമെങ്കിലും അതൊരു സ്നേഹത്തിൻ്റെ ഭാഷത്തിൽ പള്ളു പറയാറുള്ളൂ. അമ്മ ജോലി ചെയ്യട്ടെന്ന് വിചാരിക്കും. കാരണം ജോലി ചെയ്തെങ്കിൽ മാത്രമേ ആരോഗ്യപരമായിട്ട് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് ജോലി ചെയ്യട്ടെന്ന് വിചാരിക്കും. രാവിലെ ഈ വീടുകളിലൊക്കെ ജോലിക്ക് പോകുമായിരുന്നു. അന്ന് ഈ വീടുകളിലൊക്കെ പോകുമ്പം ആ വീടുകളിലെ അവരുടെ മക്കൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അമ്മ ഇങ്ങനെ നോട്ട് ഇട്ട് വെക്കും. എന്തിനാണെന്നറിയാം? അതിൻ്റെ ഏതെങ്കിലും ബട്ടൺസ് പോകുന്നതോ കീറുന്നതോ ഒക്കെ നോക്കി അമ്മ ഇങ്ങനെ ഇരിക്കും. എന്തിനാണെന്നറിയാം? അത് മേടിച്ച് ഞങ്ങൾക്ക് കൊണ്ടുതരും. മനസ്സിലായില്ലേ? അപ്പം അതിട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളത് ആ കാലത്ത്. അതായത് സ്കൂളിൽ പോകുന്നത് തന്നെ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് സ്കൂളിൽ പോകുന്നത്. ഇതുവരെ പഠിക്കാനൊന്നുമല്ല. അന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് സ്കൂളിൽ പോകുന്നത്.
കഞ്ഞി ഉച്ചയ്ക്ക് മേടിച്ച് കഴിച്ചിട്ട് വീണ്ടും ഒരു തട്ടത്തിൽ ഒരു തട്ടം കഞ്ഞി മേടിച്ച് അടച്ചു വെക്കും. എന്തിനാണെന്നറിയോ? വൈകിട്ട്. ഞാൻ അത്രയും വലിയ ദാരിദ്ര്യമൊന്നും അനുഭവിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ചേച്ചി അതിഭീകര ദാരിദ്ര്യം അനുഭവിച്ച സ്ത്രീയാണ്. അതായത് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നേരെ അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് ചോറ്റുപാത്രം കൊണ്ട് ഓടിപ്പോകുമെന്ന് അമ്മ പറയുന്നേക്കാം. എന്തിനാന്ന് വെച്ചാൽ അവിടുന്ന് അവർ ഊറ്റി വെച്ചേക്കുന്ന കഞ്ഞിവെള്ളം മേടിക്കാൻ വേണ്ടിയാണ് വിശന്ന് വലം ഞാൻ കൊണ്ട് പോകുന്നത്. പോകുമ്പം ആ കഞ്ഞിവെള്ളത്തിനകത്തുനിന്ന് ഈ ചോറിറ്റ് വീഴുമല്ലോ, അതാ പ്രതീക്ഷ. അത് മേടിച്ചിട്ട് അതിനകത്ത് പുളിമുളക് ഉടച്ച് തിന്നിട്ട് പട്ടിണി കിടന്ന് ചേച്ചിയൊക്കെ. അവർ പഠിക്കാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ നന്നായി പഠിച്ചു, എന്നെ നന്നായിട്ട് പഠിപ്പിച്ചു. അപ്പം എന്നോട് കാണിച്ച ഒരു സാധനം എനിക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും രക്ഷപ്പെട്ടിട്ട് ഒരു നന്നായി നോക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ രക്ഷപ്പെടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. മഞ്ജുകുട്ടാ, ഇപ്പം നമ്മൾ രക്ഷപ്പെടൽ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ എത്തുക എന്നൊക്കെ ഉള്ളതായിരിക്കാം നമ്മൾ രക്ഷപ്പെടൽ. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ, ഗുഹയിൽ കഴിഞ്ഞ മനുഷ്യരിൽ നിന്ന്, തുണി ഉടുക്കാത്ത കുഞ്ഞുങ്ങളിൽ നിന്ന് നിങ്ങൾ ഇന്ന് ചുളുകിടാത്ത ഒരു ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നില്ലേ, അത് നമുക്ക് മുന്നേ ഉള്ളവരുടെ, നമുക്ക് മുന്നേ നടന്നു പോയവരെ വെട്ടത്തില്ല. ഞാൻ ഈ ഖുറാനകത്തൊരു കാര്യം പറയും, നമ്മളെപ്പോഴും നമ്മുടെ മുകളിലേക്ക് നോക്കാതെ നമ്മുടെ താഴേക്ക് നോക്കണം. കാരണം നമ്മളെക്കായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നോക്കണം, നമ്മളെക്കായി പട്ടിണി കിടക്കുന്നവരെ നോക്കണം. അപ്പം നമ്മുടെ ദാരിദ്ര്യം നമ്മൾ മറക്കും എന്ന് ഖുറാനകത്തൊരു വചനമുണ്ട്. ഞാനും അതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ രക്ഷപ്പെടണമെന്ന് പറയുന്നത് എനിക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിൽ ഞാൻ രക്ഷപ്പെടുന്നതോടുകൂടി എനിക്ക് ഈ പറയുന്ന തരത്തിൽ എൻ്റെ സമൂഹത്തിലുണ്ടായ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് എത്രമാത്രം പറ്റുമെന്ന് എനിക്ക് കുറേ ഐഡിയാസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ ഇപ്പം 6 മാസം രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുകയും താങ്കളുടെ ഒരു പൾസ് അറിഞ്ഞ വ്യക്തി ആയിരിക്കണം രാഹുൽ ഗാന്ധി. എന്താണെങ്കിലും ഈ പുനഃസംഘടനയിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും ഇത്രയും നേരം ഒരു മുറിയിലിരുന്ന് സംസാരിക്കുന്നത് കുറേയൊക്കെ നമ്മുടെ ആത്മരോക്ഷമുണ്ട്. നമ്മളെ ഒരു മറ്റൊരു പാർട്ടി നമ്മൾ ചെളിവാരി അറിയാനൊന്നും നമ്മൾ പോയിട്ടില്ല. നമുക്ക് അങ്ങനെ സംസാരിക്കാം, അങ്ങനെയും നമുക്കൊരു ഇൻ്റർവ്യൂ കൊണ്ടാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എനിക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു നേതാവൊക്കെ ഉണ്ടാവട്ടെ, ആശംസിക്കുകയല്ല, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പം ആയിട്ട് നമുക്ക് കിടക്കാശൊരു ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ തന്നേക്കണം. ഇൻ്റർവ്യൂ ഒക്കെ കാണാറുണ്ട്, ഒരുപാട് ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് വേടനുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അന്നോട്ട് വലിയ ആഗ്രഹം നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും നമ്മളൊന്നും അങ്ങനെയൊന്നും അല്ല, നമ്മളും സാധാരണക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ആഗ്രഹങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള തോന്നലുകൾ. പക്ഷെ നമ്മളുടെ കൂടെ ഇപ്പം എനിക്ക് ആ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആ ചിത്രം പോയിട്ടില്ല 7 കുഞ്ഞുങ്ങളുടെ. അതുങ്ങളിൽ നിന്ന് നമ്മൾ ഇത്രയും പോകുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എത്തിയാൽ അതുങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കുറേ ഐഡിയാസുകളുണ്ട്. നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതല്ല, നമ്മുടെ സമൂഹത്തെ കൂടി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണെങ്കിലും നിങ്ങളെയൊക്കെ പരിഗണിക്കട്ടെ. പറഞ്ഞ പോലെ ജാതി സെൻസസ് കേരളത്തിൽ നടത്തട്ടെ. അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് നല്ലൊരു മാറ്റം കൊണ്ടുവരട്ടെ. റീൽസിനപ്പുറം അല്ലാത്ത ഒരു റിയൽ ലൈഫുള്ള ആളുകളൊക്കെ എത്തട്ടെ. ഓക്കെ, താങ്ക് യു. നന്ദി.